ഗുഡ് ഈവനിങ്. മാറ്റ് ബിനാലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബുധനാഴ്ചകളിൽ നമ്മൾ മൈൻഡ്ഫുൾ മെഡിറ്റേഷന്റെ പല തലങ്ങളാണ്. ഇന്ന് നമ്മൾ നെഗറ്റീവ് തോട്ട് ജനറേറ്റർ, നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മളുടെ മനസ്സ് എപ്പോഴും ഒരു നെഗറ്റിവിറ്റി ഉൾക്കൊള്ളുന്ന ഒരു മനസ്സാണ്. എന്തോ ചുറ്റുപാടുകളുടെയാണോ നമ്മുടെ ഓൾറെഡി ഉള്ള മെമ്മറീസിന്റെ കുഴപ്പം കൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും ഒരു നെഗറ്റിവിറ്റി എപ്പോഴും കാണാറുണ്ട്. അപ്പൊ ആ നെഗറ്റിവിറ്റി എപ്പോഴും നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒത്തിരി ബിഹേവിയർ പാറ്റേൺസ് നൽകുന്നതുമാണ്. ഒട്ടും പോസിറ്റീവ് ആകാൻ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ്സിനെ മാറ്റി പോസിറ്റീവ് ആക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ മൈൻഡ്ഫുൾനെസിന്റെ എക്സ്പേർട്ട് നമ്പൂർ സാറുണ്ട്. സാറിലൂടെ നമുക്ക് നെഗറ്റീവ് തോട്ട് ജനറേറ്ററെ കുറിച്ച് മനസ്സിലാക്കാം. നിങ്ങളെല്ലാവരുടെയും പേരിൽ നമ്പൂർ സാറിനെ പ്രതീക്ഷിക്കുകയാണ്. നമ്പൂർ സാർ, താങ്ക് യു സാർ. ഓഫ് കോഴ്സ് നല്ല അവസരങ്ങൾ തരുന്നതുകൊണ്ട് നമുക്ക് വ്യത്യാസമായുള്ള ടോപ്പിക്കുകൾ, അതിൻ്റെ ഡീപ്പർ ടോപ്പിക്സിൽ ഡിസ്കസ് ചെയ്യാൻ ഒരു അവസരം സാറിൻ്റെ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നുണ്ട്. I am really thankful to each and every person who have joined for discussion, and I thank Sabu sir for making this an opportunity for everybody to discuss and find out. നല്ല കാര്യമാണ് സാർ. നമ്മൾ പ്രോബ്ലി എൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് 8ാമത്തെ സീരീസ് ആണെന്ന് തോന്നുന്നു. ഞാൻ ആദ്യം ബോഡി സ്കാൻ മെഡിറ്റേഷൻ, ബിൻ ലവിംഗ് കെം, ഗ്രൗണ്ടിങ്, പിന്നെ റെയിൻ ടെക്നിക്സ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്ത ക്ലാസ് എന്ന് പറഞ്ഞാൽ മൈൻഡ് ഈസ് എ സ്റ്റോറി ടെല്ലർ. ഓർമ്മ കാണുമെന്ന് തോന്നുന്നു. മൈൻഡ് ഈസ് എ സ്റ്റോറി ടെല്ലർ. സ്റ്റോറി ടെല്ലറിന് ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. അന്നത്തെ എന്തായിരുന്നു, ഐ ഓൾവേസ് കോട്ട് കണ്ടംപററി എക്സാമ്പിൾ. അത് എന്തായിരുന്നു? നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിയുടെ. യെസ് സർ, താങ്ക് യു ഷാജി സാർ. അന്നത്തെ ആ ആഴ്ചയുടെ സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണത്തിന് നരേന്ദ്രമോദി വന്നതിനെ കുറിച്ച് എന്താണ് സ്റ്റോറി നമുക്ക് അവരവർ ഡെവലപ്പ് ചെയ്യുന്നത്. വി കുഡ് സീ ദാറ്റ് നമ്മൾ ഡിഫറെന്റ് സ്റ്റോറീസ് ഉണ്ടാക്കിയിരുന്നു. ആ സ്റ്റോറി ഇപ്പം ആക്ച്വലി മൈൻഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതാണ്. മൈൻഡ് നോർമലി ഈ സയൻസ് നമ്മളെ പഠിപ്പിച്ചു തരുന്ന മൈൻഡ് എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ ആൻഡ് കണക്ടിവിറ്റി, അല്ലെങ്കിൽ ഇസ് എ ഹോൾസം ആക്ടിവിറ്റീസ് ബൈ ബ്രെയിൻ. അതാണ് മൈൻഡ് എന്ന് നമ്മളെല്ലാം ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുന്നു. അങ്ങനെ എടുക്കുമ്പോൾ ഞാൻ ഡേ 1 തൊട്ട് പറഞ്ഞുകൊണ്ട് പോകുന്നത് ഹ്യൂമൻ ലൈഫിനെ എൻഹാൻസ് ചെയ്യുന്നതും സ്മൂത്തർ ആക്കുന്നതും കഷ്ടപ്പെടുത്തുന്നതും നഷ്ടപ്പെടുത്തുന്നതും 2 കാര്യങ്ങളേ ഉള്ളൂ. വൺ ഈസ് തോട്ട്, വൺ ഈസ് എമോഷൻ. എമോഷനും തോട്ടും ഹാൻഡ് ഇൻ ഗ്ലൗ ആണ്. മീൻസ് 2 പേരും ഒരുമിച്ചാണ് പോകുന്നത്. തോട്ട് വന്നാൽ എമോഷനെ ഡിസ്റ്റർബ് ചെയ്ത് എമോഷനെ വ്യത്യാസപ്പെടുത്തും. എമോഷൻ വന്നാൽ തോട്ട് ഉണ്ടാക്കിപ്പിക്കും. അപ്പൊ തോട്ടും എമോഷനും ചേർന്ന് ആണ് എപ്പോഴും നമ്മളെ ഒരു ലൈനിൽ നിന്ന് വേറൊരു ലൈനിലോട്ട് കൊണ്ടുപോകുന്നതോ, നമ്മൾ വെറുതെ ഇരിക്കുന്നവനെ കരയിപ്പിക്കുന്നതോ, വെറുതെ ഇരിക്കുന്നവനെ ചിരിപ്പിക്കുന്നതോ, വെറുതെ ഇരിക്കുന്നവനെ വട്ടനാക്കുന്നതോ എല്ലാം only ബ്രെയിനിന്റെ ഈ 2 ആക്ടിവിറ്റീസ് ആണ്. മീൻസ് മേക്കിംഗ് എ മൈൻഡ് ടു ഹാവ് ഡിഫറെന്റ് തോട്ട് ആൻഡ് ഡിഫറെന്റ് എമോഷൻസ്. അപ്പൊ ഇതില് കുറച്ചുകൂടെ ഡീപ്പറായിട്ട് പോയാൽ എങ്ങനെയാണ് മൈൻഡ് എമോഷൻസിനെ തോട്ടും തോട്ടിന് എമോഷൻസിനും ലിങ്ക് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന ചോദ്യമാണ് ഉന്നയിച്ചപ്പോൾ കിട്ടിയ ഉത്തരമാണ് മൈൻഡ് ഈസ് എ സ്റ്റോറി ടെല്ലർ. മൈൻഡ് അനാവശ്യമായിട്ടോ ആവശ്യമായിട്ടോ അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടോ കഥകൾ ഉണ്ടാക്കും. ഈ കഥകളാണ് നമ്മൾ പലതിനും ഡെഫിനിഷൻ എടുത്ത് അതല്ലെങ്കിൽ ആ മാർഗത്തിൽ കൂടെ നമ്മളെ എടുത്തു ചെല്ലുന്നു. അപ്പൊ അതിന്റെ സെക്കൻഡ് വേർഷനാണ് മൈൻഡ് ഈസ് എ സ്റ്റോറി ടെല്ലറിന്റെ അടുത്ത വേർഷനാണ് മൈൻഡ് ഈസ് എ നെഗറ്റീവ് തോട്ട് ജനറേറ്റർ. സിംപിളറാണ്. മൈൻഡ് നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കഥ എന്ന് പറഞ്ഞാൽ ആ കഥ തന്നെ നമുക്ക് തിരിച്ചെടുക്കാം. ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ എനിക്ക് പരിചയമുള്ള അല്ലെങ്കിൽ ഒരു വേണ്ടപ്പെട്ട എൻ്റെ ലൊക്കാലിറ്റിയിൽ എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്തിന്റെ മോള് ജംഗ്ഷനിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡ്രസ്സ് കൊടുത്ത് അവിടെ ഒരു ഫോണ് ചെവിയിൽ വെച്ചോണ്ട് നിൽക്കുകയാണ്. അപ്പം അതിന്റെ സ്റ്റോറി എന്തായിരിക്കും എന്ന് ചോദിച്ചു.
അപ്പൊ ആ സ്റ്റോറി തന്നെ എന്താണ് ചെയ്തത്, ഈ കൊച്ച്, അപ്പൊ ഞാൻ എൻ്റെ ആരെയോ വിളിച്ച് ചോദിച്ചപ്പം, ഓ ഇത് കഴിഞ്ഞ ആഴ്ച ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു, അങ്ങനത്തെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നെന്ന് അങ്ങേര് തിരിച്ചു പറഞ്ഞിരുന്നു എന്ന് ഞാൻ മാത്രം പറഞ്ഞു. എത്ര പേർക്ക് അത് ഓർമ്മ ഉണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഐ കനോട്ട് റീകളക്ട് ഇറ്റ്. ബാക്കി എല്ലാവരും റീകളക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ആരെങ്കിലും ആ കഥ ഓർക്കുന്നുണ്ടോ? അതല്ല വേണ്ട, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. കണ്ണകിയുടെ ആണോ സാറേ? ഏത് സാർ? കണ്ണകിയുടെ കഥയാണോ? അല്ല, കണ്ണകിയുടെ കഥ ലാസ്റ്റില്ലേ സാർ, അതൊക്കെ ടെയിൽ എൻഡിൽ. അല്ല, ഞാൻ ഈ സ്റ്റോറി ടെല്ലറിന് വേണ്ടി ഒന്ന് പറഞ്ഞിരുന്നു. ഈ സുരേഷ് ഗോപിയുടെ മനസ്സിലായില്ലെങ്കിൽ, ഞാൻ ഇറങ്ങി ഇങ്ങനെ നടന്നു പോകുമ്പോൾ, എൻ്റെ ഒരു ബസ് സ്റ്റോപ്പ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ എൻ്റെ വീട്ടിന് അടുത്തുള്ള ഒരു കൊച്ച് ഒരു ഡ്രസ്സ് വ്യത്യാസമായി കൊടുത്തിരുന്നു. പറഞ്ഞാൽ കുറച്ച് തുണി കുറഞ്ഞ ഒരു ഡ്രസ്സ് കൊടുത്തിരുന്നു. അവിടെ നിന്ന് ഒരാളെ ഫോൺ ചെയ്തു. അപ്പോൾ എന്താന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ റിലേറ്റീവ് വിളിച്ച് ഞാൻ പറയുന്നു, ഈ കൊച്ചു ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ ആഴ്ച വേറൊരുത്തനടുത്ത് പ്രശ്നം ഉണ്ടാക്കിയിരുന്നു, എടുത്തിരുന്നു എന്നൊക്കെ ഞാൻ ഒരു കഥ പറഞ്ഞിരുന്ന ഓർമ്മ ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞില്ല. ഓക്കെ, ലെറ്റ് us not think of it. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ തന്നെ തിരിച്ചെടുക്കുക. അല്ലെങ്കിൽ ഈ സുരേഷ് ഗോപിയുടെ കേസ് തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കാം. ബട്ട് ഐ ആം നോട്ട് എ പൊളിറ്റീഷ്യൻ, കൈൻഡ്ലി ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് കോമൺ മാൻ. ഞാൻ മറ്റൊരു എക്സാമ്പിൾ ആക്കാം, അത് വിട്ടേത്. അതെ, അപ്പം ആ കൊച്ച് പോകുന്ന അതിനെ ഞാൻ പറഞ്ഞതിന് വേറൊരാൾ എനിക്ക് റിപ്ലൈ തന്നത് എങ്ങനെയാൽ, ഇത് കഴിഞ്ഞ ആഴ്ചയും പ്രശ്നമുണ്ടാക്കിയതാണ്, ഇതൊരു പ്രശ്നക്കാരിയാണ്. അങ്ങനെയാണ് ഞാൻ ആ കഥയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ എന്താ ചെയ്ത്, ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞ ആളുടെ മൈൻഡിൽ വന്നത് ഈ കൊച്ചിന്റെ ഉള്ള നെഗറ്റീവ് തോട്ട്സ് ആണ്. ഈ കൊച്ചിന് അനുയോജ്യമായ നെഗറ്റീവ് തോട്ട്സ് ആണ്. ആ കൊച്ച് യഥാർത്ഥത്തിൽ കോളേജിൽ ഹൈ മാർക്ക് എടുക്കുന്നതോ, അതല്ലെങ്കിൽ ആ വെയിലത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ആ കൊച്ച് സ്വെറ്റിംഗ് അനുഭവിക്കുന്നതോ, അല്ലെങ്കിൽ ഒരു നോൺ കൺജീനിയൽ ക്ലൈമറ്റിൽ നിൽക്കുന്നതോ കുറിച്ചുള്ളത് ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് വളരെ സിംപിളറാണ്. ഒരാളെ കുറിച്ച് നമുക്ക് എങ്ങനെ നെഗറ്റീവ് ആക്കാം. അറിയാൽ, ഞാൻ എപ്പോഴും നല്ലവനാണ്, ബാക്കി എല്ലാവരും മോശമാണ്. അത് മാത്രമല്ല, ഞാൻ എപ്പോഴും നല്ലവൻ മാത്രമല്ല, ഇപ്പോൾ ഞാൻ ഒരു 10 മീറ്ററിന് അങ്ങപ്പുറത്ത് ഒരു സർപ്പം നിൽക്കുന്നതിനെ കാണുന്നുണ്ട്, അല്ല സർപ്പം വെറുതെ കിടക്കുന്നത് കാണുന്നു, ചെറിയതായിട്ട് എഴയുന്നു, ഞാൻ കാണുന്നു. ബട്ട് ഫസ്റ്റ് തോട്ട് എന്താന്ന് പറഞ്ഞാൽ, എനിക്ക് അത് ഒരു പാമ്പ് അല്ലെങ്കിൽ ഒരു സർപ്പം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത മിനിറ്റ് എൻ്റെ മൈൻഡിൽ വരുന്നത്, അയ്യോ ഇത് എന്നെ കടിക്കും, എന്നെ കടിച്ചാൽ ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ട് അഡ്മിഷൻ ആകും, ആയിക്കഴിഞ്ഞാൽ എനിക്ക് അവർ ഇമ്മീഡിയറ്റ്ലി ഡ്രിപ്പ് കയറ്റും, എന്നെ 48 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഞാൻ ജീവിക്കുവോ ഇല്ലയോ എന്ന് പറഞ്ഞ് അവർ ഡിക്ലെയർ ചെയ്യത്തുള്ളൂ. വെയിറ്റ് ഫോർ 48 hours ടു മേക്ക് ഔട്ട് ഓഫ് ക്രിട്ടിക്കാലിറ്റി എന്ന് പറയും. ഇതെല്ലാം ഒരു നെഗറ്റീവ് തോട്ട്സ് ആണ്. യഥാർത്ഥത്തില് ആ പാമ്പ് കഷ്ടം, അങ്ങപ്പുറത്തിരുന്ന് ഇങ്ങപ്പുറത്ത് അത് പോകുന്നത്, അത് മിണ്ടാതെ പോകുന്നു. അതിന് കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്ന അതാണ്. അതല്ല, ഒരുത്തൻ വെറുതെ എന്നെ ഇങ്ങനെ ഒരു 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ചെറഞ്ഞു നോക്കുവാണെങ്കിൽ, അവൻ ഒരു വല്ലാത്തവനാണ്, എന്നെ അടിക്കും അല്ലെങ്കിൽ എന്നെ ചീത്ത വിളിക്കും. ഞാൻ അങ്ങനെ ആകുമ്പോൾ അവനെ തിരിച്ച് ചീത്ത വിളിക്കണോ അല്ലെങ്കിൽ ഓടിപ്പോണോ? ഇങ്ങനെ നമ്മുടെ നെഗറ്റിവിറ്റീനെ കൂട്ടി കൊണ്ടുപോകുന്നത് അനാവശ്യമായി നമ്മുടെ മൈൻഡാണ്. ഇഫ് യു നോ ദാറ്റ് our own mind is a storyteller, our own mind is a negative thought generator. ഇതിനാണ് സാബു സാർ ആദ്യം പറഞ്ഞ ANT, ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ്. ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് വരുന്നതിന്റെ ഒരു റിസൾട്ടന്റ് ഏരിയ ആണ് സാർ ANT എന്ന് പറഞ്ഞ ആൻഡ്. പക്ഷെ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുന്നതാണ് ഞങ്ങളൊക്കെ കുറച്ച് അനലൈസ് ചെയ്യുന്നത്. വൈ? അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് കുറേ ഹിപ്പോ ക്യാമ്പസിനകത്ത് സ്റ്റോറീസ് ഉണ്ട്. നമ്മൾ കഥ ഡെയിലി പേപ്പർ വായിക്കുന്നതിലെല്ലാം ഓരോരോ കഥകൾ നമ്മൾ ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇന്ന് ഒരാൾ മരണപ്പെട്ടു, ഇന്നലെ ഒരാൾ കാർ ആക്സിഡന്റ് ആയി, മിനിയാന്ന് ഒരു കാറ് കൊക്കയിൽ വീഴുന്ന് 4 പേരും പോയി, അല്ലെങ്കിൽ 2 പേര് കള്ളടിച്ചോണ്ടിരിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ട് പിച്ചാത്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം അവന്റെ വയറ്റിൽ ഇവനും ഇവന്റെ നെഞ്ചിൽ അവനും കയറ്റി. ഇങ്ങനെ കുറേ കഥകളെല്ലാം നമ്മൾ പത്രം വായിക്കുമ്പോൾ, TV നോക്കുമ്പോൾ, അല്ലെങ്കിൽ കൂട്ടുകാരർ പറയുമ്പോൾ, റിലേറ്റീവ്സ് പറഞ്ഞതെല്ലാം നമ്മൾ മൈൻഡിനകത്ത് കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ
അപ്പൊ സിമിലർ ഒരാൾ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഇവൻ കള്ളടിച്ചിട്ട് വരുന്നവനാണോ, ഇവൻ ആടി ആടി നടക്കുകയാണ്. അപ്പം നമ്മൾ പഴയ കഥയിലോട്ട് കയറ്റിയിട്ട് സ്റ്റോറി ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ ഇവനും പഴയ കള്ളുണ്ടാക്കിയ കടയിൽ വെച്ച് അടിവെച്ചവനും ഒന്നാണ്. അപ്പൊ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ മൈൻഡ് ഫർദർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നെഗറ്റീവ് തോട്ടിന് ജനറേറ്റ് ചെയ്യും. നെഗറ്റീവ് തോട്ടിന് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത്? ഓഹോ, ഇവന്റെ അടുത്ത് പോയാൽ ഇവൻ പിച്ചാത്തി വെച്ച് കുത്താൻ വരും, അല്ലെങ്കിൽ കല്ലെടുത്ത് എന്റെ തലയിൽ അടിക്കാൻ വരും, ഞാൻ ആശുപത്രിയിലാകും, അതല്ലെങ്കിൽ എന്നെ 2 പേര് തറയിലിരുന്ന് പൊക്കും, ആംബുലൻസ് 108 വിളിക്കും. ഇതിങ്ങനെ കുറേ നെഗറ്റീവ് ഏരിയയിലോട്ട്. സോ കൈൻഡ്ലി അണ്ടർസ്റ്റാൻഡ് സ്റ്റോറി ടെല്ലർ ആൻഡ് നെഗറ്റീവ് തോട്ട് ജനറേറ്റർ. ഇത് രണ്ടും ആൽമോസ്റ്റ് ഈ തോട്ടും എമോഷനും പോലെ ഒന്നാണ്, അടുത്തടുത്ത് പോകുന്നവരാണ്. അപ്പം ഞാൻ ഇന്നലെ മീൻസ് കഴിഞ്ഞ ക്ലാസ്സിലെ സ്റ്റോറി ടെല്ലറെ കുറിച്ച് പറഞ്ഞ് ഈ ആഴ്ചയിൽ ആ നെഗറ്റീവ് തോട്ടിനെ മാറ്റുവാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ലേറ്റർ പോർഷനിൽ പറഞ്ഞു തരാം. അത് സാബു സാർ പറഞ്ഞ ഓട്ടോമാറ്റിക് നെഗറ്റീവ് ജനറേറ്റർ മീൻസ് ANT ആൻഡ് എന്ന് വേണമെങ്കിലും താങ്കൾ എടുക്കാം. പക്ഷെ ആൻഡ് വരുന്നതിന് ആൻഡ് റൈറ്റ് ആണ്, ആൻഡിന് എങ്ങനെയാണ് ഡെവലപ്പ് ആകുന്നത്, എന്താണ് പ്രശ്നം പറ്റുന്നതെന്ന് പറഞ്ഞു തരുന്നതാണ് ഈ മൈൻഡ്ഫുൾനെസ്. അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് പല സമയങ്ങളിൽ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളെല്ലാം ചേർത്ത് കൂട്ടി വായിച്ചു our mind starts tell something to you. ഈവൻ ഒരു ബോട്ടിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം, ഡേ ആഫ്റ്റർ ടുമാറോ മൈ മിസ്സസ് വാണ്ട്സ് ടു ഹാവ് അവരുടെ സ്കൂളിൽ നിന്ന് തേക്കടി ടൂർ പോകുന്നത്. തേക്കടി ടൂർ പോകുന്നു, അവിടെ ബോട്ടിംഗ് വേണോ, അല്ലെങ്കിൽ ഇപ്പം പുതിയ എന്തോ ഒരു സംരംഭം KSRTC തുടങ്ങി. അതായത് തേക്കടി ഇരുന്ന് വേറെ ഏതോ ഒരു മലമ്പ്രദേശം, ഏതാണ് സാർ അത്, അങ്ങോട്ട് കൊണ്ട് കറക്കി തിരിച്ചു കൊണ്ടുവരുന്നു. രാവിലെ ഒരു 10 മണിക്ക് ബസ് കയറും, ആ ബസ്സിൽ സം ഫിക്സഡ് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ KSRTC അവിടെ നിന്ന് ഈവനിങ് 3 o'clock ഗവി കറക്റ്റ് സാർ, ഗവിയിൽ പോണമെന്ന്. അപ്പം എന്റെ സജഷൻ യു ആൾ ഗോ ടു ഗവി എന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. ബിക്കോസ് ഈ ഒരു പ്രോബ്ലി ഒരു 10 years ബാക്ക് എന്നാണ് തോന്നുന്നത്, തേക്കടിയിൽ ഒരു ജലറാണി ഒരു ബോട്ട് ദുരന്തമൊക്കെ സംഭവിച്ച് ഒരു 10-80 പേര് പോയി, ഒരു 5-8 പേരെ രക്ഷിച്ചു, ബാക്കി എല്ലാവരെയും കൂടെ ബോഡി ആയിട്ട് കൺവെർട്ട് ചെയ്ത്. ഈ തോട്ട് പ്രോസസ് എന്റെ മൈൻഡിലുള്ളത് കൊണ്ട് ഒരു നെഗറ്റീവ് തോട്ട് ജനറേറ്റ് ചെയ്ത് ഇവർ പോകുന്നു, എന്റെ മിസ്സസ് പോകുന്ന ബോട്ട് ചരിഞ്ഞാൽ എങ്ങനെ എനിക്ക് രക്ഷിക്കാൻ പറ്റും ഇവിടെ നിന്ന്, അല്ലെങ്കിൽ എന്റെ മിസ്സസിന്റെ ആ ബോട്ട് ചരിയുന്ന സമയത്ത് പ്രയോറിറ്റി കൊടുത്ത് ഇവർ ഫസ്റ്റിൽ പൊക്കണ്ടേ. ഇത്ര വരെ ചിന്തിച്ചപ്പോ വേണ്ട ആ കഥയെ വേണ്ട, നിങ്ങൾ ഗവിയിലോട്ട് പോയാൽ മതി. ദാറ്റ്സ് വാട്ട് വി ഓൾവേസ് തിങ്ക് ദാറ്റ് അൺവാണ്ടഡ്ലി. പക്ഷെ അതിനുശേഷം എത്രയോ ബോട്ടില് തേക്കടിക്കകത്ത് എത്രയോ പ്രാവശ്യം ബോട്ട് സഞ്ചരിച്ച് ഫ്രീ ആയിട്ട് വന്ന് എല്ലാ പാസഞ്ചേഴ്സും മീൻസ് ഫോറിനിലിരുന്ന് വന്ന ആള്, വേറെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് വന്ന ആളുകളൊക്കെ പോയി സൂചിച്ചിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. Still, my mind was not permitting to have a positive thought that ഇന്നലെ പോയ ബോട്ടിന് കുഴപ്പമില്ല, മിനിയാന്നും പോയ ബോട്ടിന് കുഴപ്പമില്ല, കഴിഞ്ഞ ആഴ്ച പോയതിന് കുഴപ്പമില്ല, കഴിഞ്ഞ മാസം പോയതിന് കുഴപ്പമില്ല, ഇതെല്ലാം എനിക്കറിയാം. ബിക്കോസ് എനിക്ക് ഒരിക്കലും പത്രം ഡിക്ലെയർ ചെയ്തിട്ടില്ല ബോട്ട് ആ ജലറാണി അന്ന് പോയതിന് ശേഷം പിന്നെ ഒരിക്കൽ കമഴ്ന്ന് വീഴുന്നതായിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ട് പോലും എന്റെ മൈൻഡ് നെഗറ്റീവ് തോട്ടിന് ജനറേറ്റ് ചെയ്തിട്ട് വേണ്ട. അപ്പൊ ആ പ്രിൻസിപ്പൽ ഓപ്ഷൻ ചോദിച്ചപ്പം ഞാൻ എന്റെ മിസ്സസിൽ കൂടെ 8-9 ടീച്ചറെ ഇൻഫ്ലുവൻസ് ചെയ്ത് എല്ലാവരും കൂടെ ലാസ്റ്റിൽ ഗവി ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സിമ്പിൾ എക്സാമ്പിൾ ഫോർ നെഗറ്റീവ് തോട്ട് ജനറേറ്റർ അല്ലേ സാർ? ഇത് കറക്റ്റ് അല്ലേ? സജി സാർ മാത്രമേ ആൻസർ ചെയ്തുള്ളൂ, അതുകൊണ്ട് സജി സാർ യെസ്. അപ്പം നെഗറ്റീവ് തോട്ട് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളർ ആണ്. ഏതൊരു ആക്ഷനെയും നമ്മൾ നെഗറ്റീവ് ഗ്ലാസ് ഇട്ട് മീൻസ് പണ്ടൊരു രാജാവ് എല്ലാം എനിക്ക് മീൻസ് ഈ ജോത്സ്യൻ പറഞ്ഞെന്ന് എല്ലാം പച്ചക്കളറായിട്ട് കണ്ടാൽ മാത്രമേ അങ്ങനെ രക്ഷപ്പെടത്തുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര പാടെന്ന് പറഞ്ഞപ്പം ആ ബിൽഡിംഗ് കൊട്ടാരം എല്ലാം പച്ച പെയിന്റ് അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ലാസ്റ്റില് മന്ത്രി വന്നിട്ട് പറഞ്ഞെന്ന് ആ രാജാവിന് ഒരു പച്ച കണ്ണട വാങ്ങിച്ച് ഇട്ട് കൊടുത്താൽ പോരെയെന്ന്. പച്ച കണ്ണട ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കാണുന്നതെല്ലാം പച്ചയായിക്കൊള്ളുന്നു. ഇതേപോലെ നമ്മൾ ഒരു പച്ച കണ്ണട ഇടുന്നതിന് തുല്യമായിട്ട് നമ്മൾ ഒരു നെഗറ്റീവ് തോട്ട് കണ്ണട ഇട്ടാണ് എന്തിനും കാണുന്നത്.
whatever we see, we look at with an angle of negativity. എന്ത് സംഭവിച്ചാലും ഈവൻ ISRO ആദിത്യ L1 ഇട്ടപ്പോൾ പോലും ആ പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ എത്രയോ പാവങ്ങൾക്ക് നമുക്ക് ചെയ്തുകൂടെയെന്ന്. പക്ഷെ ആ ആദിത്യയോ അത് വിടുമ്പോൾ ISROയുടെ റിപ്പോർട്ട് അനുസരിച്ച് they started earning 200 crores plus to India. നമ്മൾ അങ്ങോട്ട് ഒന്നും ചിന്തിക്കുന്നില്ല. അതെല്ലാം പോസിറ്റീവ് തോട്ടാണ്. എന്ത് ചെയ്താലും എന്ത് സംഭവിച്ചാലും എല്ലാത്തിനും ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. പക്ഷെ നമ്മുടെ മൈൻഡ് ബൈ ഡിഫാൾട്ട് പോസിറ്റിവിറ്റി എടുക്കില്ല. പോസിറ്റിവിറ്റി എടുക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ വലിഞ്ഞു പോയി അതിനെ പോസിറ്റീവായിട്ട് കൊണ്ട് കുത്തി നിർത്തണം. ലുക്ക് അറ്റ് ഇൻ യുവർ പോസിറ്റീവ് ആംഗിൾ, ഡോണ്ട് അൺവാണ്ടഡ്ലി ഗോ. അല്ലെങ്കിൽ മേ ബി ബൈ ഡിഫാൾട്ട് നെഗറ്റീവ്ലി പോയാൽ പോലും വേണ്ട, ഞാൻ അങ്ങനെ ചിന്തിക്കണ്ട, ഞാൻ ഇങ്ങനെ ചിന്തിക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ എന്ത് സംഭവിക്കും? we will lead to normal life or we will not go to unwanted anxiety. ഈ ആങ്സൈറ്റി കൂടുമ്പോഴാണ് കൂടുതൽ ആൾക്കാർക്കും വളരെ സിമ്പിളറായിട്ട് HT എന്ന് പറയുന്ന ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ബി പി കൂടുന്നതും അതല്ലാതെ ഡയബറ്റസ് കൂടുന്നതും. ഡയബറ്റീസും BP-യും വരുന്നതിന്റെ സിമ്പിൾ കാരണങ്ങളാണ് നമ്മുടെ മൈൻഡിലുള്ള അനാവശ്യ തോട്ട് പ്രോസസ്. ആ തോട്ട് പ്രോസസ് ബേസിക്കലി വി എവർ ട്രൈ ടു തിങ്ക് ഓൺ എ നെഗറ്റീവ് തിങ്, മീൻസ് വി ഇന്റൻഷനലി തിങ്ക്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തിങ്ക് ചെയ്യുന്നതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ വി ലീവ് മെനി ടൈംസ് ഇൻ ഓട്ടോമാറ്റിക് നെഗറ്റിവിറ്റി. അതല്ലെങ്കിൽ അതുകൊണ്ടാണ് മൈൻഡ്ഫുൾനെസ് പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഒരു ലൈൻ കൂടെ പഠിപ്പിക്കും, ഓട്ടോമാറ്റിക് പൈലറ്റ്, അവോയ്ഡ് ഓട്ടോമാറ്റിക് പൈലറ്റ്. ഞാൻ ഒരു ദിവസം കാണിച്ചു തന്നിരുന്നു തോന്നുന്നു. ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക്. ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് പൈലറ്റിന്റെ വേ ആണ്. അപ്പം അതിൽ നിന്ന് മാറ്റി പോസിറ്റീവ് ടാസ്ക് നെറ്റ്വർക്കിലോട്ട് മാറുക. അപ്പൊ പോസിറ്റിവിറ്റിയിലോട്ട് നമ്മൾ ഈസിലി മാറത്തില്ല. നമ്മൾ എന്ത് ചിന്തിച്ചാലും നെഗറ്റീവിലോട്ടാണ് ചിന്തിക്കുന്നത്. ബിക്കോസ് നമ്മുടെ മൈൻഡിന് പണ്ട് ആരോ അങ്ങനെ ഗ്രൂം ചെയ്താണോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാവൂന്ന് പറഞ്ഞു തന്നതാണോ, കാലകാലങ്ങളായിട്ട് നമ്മളെ പറഞ്ഞു തരുന്നത് അങ്ങനെയാണ്. ഞാൻ കൽക്കട്ടയിലെ ഒരു വാട്സപ്പ് കണ്ടിരുന്നു. കൽക്കട്ടയിലെ ഒരു വീട്ടില് ഇഷ്ടംപോലെ പാമ്പുകളുടെ ഇടയ്ക്കാണ് കൊച്ചുകളൊക്കെ കളിക്കുന്നത്. 2 വയസ്സും 5 വയസ്സുമുള്ള 2 കൊച്ചുകൾ ആ പാമ്പുകളുടെ കൂടെ തീർന്ന് ഒരു 8 or 10 പാമ്പുകൾ കിടക്കുന്നു. ഓരോന്നിനും എടുത്ത് അങ്ങോട്ട് വലിക്കുന്നു, ഇങ്ങോട്ട് വലിക്കുന്നു, അതിന്റെ വാലെടുത്ത് തോളത്തിടുന്നു. അപ്പം അതിലൊക്കെ അവർ പറയുന്നത് ഈ പാമ്പും ഈ പിള്ളേരും ഒരുമിച്ച് വളർന്ന് ശീലിച്ചത് കൊണ്ട് പാമ്പിനെ നോക്കുമ്പോൾ പിള്ളേർക്ക് പേടിയില്ല, പിള്ളേരെ നോക്കുമ്പോൾ പാമ്പിന് ദേഷ്യമില്ല. എക്സ്ട്രീംലി സിമ്പിൾ. അതല്ല പണ്ടത്തെ നമ്മുടെ ശിവസേന നായകൻ ബാൽ താക്കറെ, അദ്ദേഹം വീട്ടിലെ പുലിയാണ് വളർത്തിയിരുന്നത്. പുലിനെ കാണുമ്പോൾ അദ്ദേഹത്തിന് പേടിയില്ല, അദ്ദേഹത്തിന് കാണുമ്പോൾ പുലിക്ക് ദേഷ്യമില്ല. അപ്പം ഇത് എന്താന്ന് പറഞ്ഞാൽ, പക്ഷേ ഇളങ്കോ ഇപ്പോഴും ആ കോട്ട് എന്തുകൊണ്ട് പറയുന്ന പറഞ്ഞാൽ പുലിനെ കാണുമ്പോൾ ഇളങ്കോക്ക് പേടിയാണ്. എന്ത് പേടി? ഐ ഹാവ് ജനറേറ്റഡ് നെഗറ്റീവ് തോട്ട് ടുവേഴ്സ് ടൈഗർ. പുലി എന്നെ കണ്ടാൽ കടിക്കും, കടിച്ചാൽ എന്റെ ജീവൻ എടുത്തു കളയും. ഒറ്റ കടിയിൽ എന്റെ ചങ്കിന് കടിക്കും, ഞാൻ ഇല്ലാതാവും. ഇങ്ങനെയാണ് ഞാൻ ഒരു നെഗറ്റീവ് തോട്ട് ജനറേറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ആ നെഗറ്റീവ് തോട്ട് ഇല്ലാതിരുന്നാൽ you can achieve anything. Normally adventure ഗെയിംസും അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ചെയ്യുന്ന ആൾക്കാർക്ക് നെഗറ്റീവ് തോട്ട്സ് ഡെവലപ്മെന്റ് കുറവാണ്. അവർക്ക് നെഗറ്റീവ് തോട്ട് ജനറേഷൻ അല്ല, അതിന് പകരം ഹാപ്പി യൂഫോറിയ എന്ന് പറയും. അവർ ഓവറായിട്ട് നെഗറ്റീവ് മീൻസ് ഈ അഡ്വഞ്ചർ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ പോസിറ്റിവിറ്റിയും അല്ല, പോസിറ്റിവിറ്റിയുടെ ഒരു സ്റ്റെപ്പ് ഹയറായി അവർ യൂഫോറിയ വരെ അവർ എത്തുന്നതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത് സയൻസ്. അപ്പോൾ നമ്മൾ യൂഫോറിയ വരെ പോകണ്ട, നമ്മൾ പോകുന്നത് സിമ്പിൾ നെഗറ്റിവിറ്റി ടു നോർമൽ ടു പോസിറ്റിവിറ്റിയിലോട്ട് വരിക. അപ്പം നോർമൽ ടു പോസിറ്റിവിറ്റി വരണമെങ്കിൽ ഈച്ച് ആൻഡ് എവറി ടൈം you should monitor your mind. How to monitor? Be aware and attend it. Never permit your mind to run on autopilot mode. Simple.
അപ്പൊ നമ്മൾ എപ്പോഴും ഓട്ടോ പൈലറ്റ് മോഡിൽ വിടുകയാണെങ്കിൽ, ഞാൻ അന്നേ പണ്ടേ പറഞ്ഞു കാണും, മീൻസ് അവെയർ, അറ്റൻഡ്, ലിവ് ഇൻ ദ പ്രസന്റ്, മൊമെന്റ് ടു മൊമെന്റ്, വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ്, ക്യൂരിയാസിറ്റി ആൻഡ് ബിഗിനേഴ്സ് മൈൻഡ്, ലെറ്റ് ഗോ. ഇങ്ങനത്തെ ഒരു 8-9 വാക്കുകൾ, ഞാൻ 7 വാക്കാണ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. ഓൺലി 7 to 8 വേർഡ്സ് മേക്ക് യുവർ മൈൻഡ്ഫുൾനെസ്. ഇതിനകത്ത് അവെയർ എന്ന് പറയുന്നത് എപ്പോൾ എന്ന് പറഞ്ഞാൽ, യു ഷുഡ് ബി അവെയർ ആൻഡ് അറ്റൻഡ്, ബൈ വിച്ച് യു അവോയ്ഡ് ഓട്ടോ പൈലറ്റ് മോഡ്. ഓട്ടോ പൈലറ്റ് കിടന്നാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട് ജനറേറ്റ് ആകും, നെഗറ്റീവ് സ്റ്റോറീസ് ഡെവലപ്പ് ആകും. നെഗറ്റീവ് സ്റ്റോറീസ് ഡെവലപ്പ് ആയാൽ, ഇപ്പോൾ തന്നെ നമ്മളെല്ലാം ഈ ട്രെയിനേഴ്സ് എല്ലാം ചേർന്നിരുന്ന്, അല്ലെങ്കിൽ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനിങ്ങിന് കൂട്ടായി നിൽക്കുമ്പോൾ, വി ഫീൽ ഹാപ്പിയർ ആൻഡ് എക്സ്ട്രീംലി എൻജോയ്ഫുൾ. അതിന് പകരം അയ്യോ എന്റെ ചാൻസിന് ഉലകനാഥ് സാർ അടിച്ചോണ്ട് പോവോ, എന്റെ ചാൻസിന് ജ്യോതി സാർ അടിച്ചോണ്ട് പോവോ എന്ന് ഞാൻ വിചാരിച്ചാൽ സാറിന്റെ അടുത്ത് പോലും പോകത്തില്ല. ബട്ട് പീപ്പിൾ യൂസ് ടു തിങ്ക് ഓൾവേസ് ലൈക്ക് ദിസ്. നമ്മൾ രണ്ടുപേരും സംസാരിക്കും, പക്ഷെ എനിക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഞാൻ എവിടെ പോയി സെർച്ച് ചെയ്ത്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഓഫർ വന്നെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നെക്സ്റ്റ് ടൈം അവിടെ ഇവർ ലെറ്റർ എഴുതി, സാറേ ഞാനും ഉണ്ട് ഒരു ട്രെയിനറിന്ന് എഴുതി, അവരും കൂടെ എന്നെക്കാട്ടിൽ നല്ല സാറാണ്, അപ്പൊ സാറിനല്ലേ ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ അവിടെ എല്ലാം നമ്മൾ നെഗറ്റീവ് ആണ് നമ്മുടെ മൈൻഡിന് പെർമിറ്റ് ചെയ്യുന്നത്. അപ്പം എങ്ങനെ പെർമിറ്റ് ചെയ്യുന്നത്? ഈ നെഗറ്റിവിറ്റി എവിടെയാണെന്ന് പറയുന്നത്, ആക്ച്വലി ഉലകനാഥൻ സാർ അങ്ങനെ ചെയ്യുവോ എന്ന് ചോദിച്ചാൽ ചെയ്യാം, ചെയ്യാതിരിക്കാം. അതിനെക്കുറിച്ച് എനിക്ക് എന്താണ്? സാറിന് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി സാറിന് കിട്ടും, എന്നെ കിട്ടാനുള്ളത് എനിക്ക് കിട്ടും. ഇഫ് ഐ ഡു മൈ വർക്ക് പെർഫെക്റ്റ്ലി, ഇഫ് ഐ ഡു മൈ വർക്ക് ഇൻ എക്സംപ്ലറി മാനർ, എനിക്കുള്ളത് എവിടെ നിന്നാലും വരും എന്ന് ഞാൻ ചിന്തിക്കുവാണെങ്കിൽ, ഐ വിൽ നോട്ട് ഗെറ്റ് ഫിയർ ഓഫ് ആങ്സൈറ്റി. ഈ ആങ്സൈറ്റി എപ്പോൾ വരുന്നത്? നമ്മൾ ഫ്യൂച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സം വരുമോ എന്ന് നമ്മുടെ മൈൻഡ് ഓരോരോ സമയവും നമ്മളെ ഇങ്ങനെ വലിച്ചുകൊണ്ടേ പോകും നെഗറ്റീവിലോട്ട് പോട്ടെ 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 എന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ ഇഫ് യു ആർ നോട്ട് കൺട്രോളിങ് അവർ സെൽഫ്, നോട്ട് അറ്റൻഡിങ് ടു അവർ സെൽഫ്, ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് വരും. ഈ നെഗറ്റീവ് തോട്ട്സ് എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ മൈൻഡ് സ്റ്റോറി പറയുമ്പോൾ നെഗറ്റീവ് സ്റ്റോറീസ് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് പറയും. എന്തുകൊണ്ട്? വൈ ഇറ്റ് സേസ് നെഗറ്റീവ് സ്റ്റോറീസ് മോർ? ആരെങ്കിലും ഒരാൾ എനിക്കൊരു ഗൈഡൻസ് തരാവോ? കൂടുതൽ നമ്മളുടെ ഇമോഷൻസിൽ അതാക്കി കിടക്കുന്നത് നെഗറ്റീവായി. കൂടുതൽ നമ്മുടെ എന്താണ് സാർ? കൂടുതൽ നമ്മുടെ മെമ്മറിയിലെ നമ്മുടെ നെഗറ്റീവ് നമ്മുടെ മെമ്മറിയിൽ കൂടുതൽ നെഗറ്റീവ് കിടക്കും. രണ്ടാമത്, ഒരു സാറ് പറഞ്ഞതാണ് പെർഫെക്റ്റ്ലി പ്രൈമ ഫേസി. അതിന്റെ സബ്സിഡറി ആയിട്ട്, അല്ലെങ്കിൽ അതിന്റെ അഡീഷണൽ ആയിട്ട് ഒരു പോയിന്റ് കൂടെ പറഞ്ഞാൽ, അടുത്തവൻ നന്നായിരിക്കാതിരിക്കുന്നതിന് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അവൻ താഴെ പോകുന്നതിന് നമുക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ സർ, ആഡ് ചെയ്തോട്ടെ. യെസ് സാർ. എന്റെ കഴിവ് കുറവാണ്, എന്റെ ആത്മവിശ്വാസക്കുറവാണ് മറ്റവൻ എന്നെ കടത്തിക്കൊണ്ട് പോകും 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 എന്ന നെഗറ്റീവ് തോട്ട് ഞാൻ വെച്ചുകൊണ്ട് പോകുന്നത്. ചുരുക്കത്തിൽ ഞാൻ താഴോട്ട് പോകും, അയാൾ കയറിപ്പോവും. എന്റെ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴും. ഒരു ഉദാഹരണത്തിന്, ഒരു ക്ലിനിക്ക് ഒരാൾ ഇട്ടു, കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ ഓപ്പോസിറ്റ്, അപ്പൊ 20 അടി അപ്പുറത്ത് അതേ ക്ലിനിക്ക് മറ്റൊരാൾ ഇട്ടു. ഇയാൾ ചിന്തിക്കുകയാണോ ഇനി ആരും എൻ്റെ അടുത്തേക്ക് വരികയില്ല. അപ്പോൾ അയാൾ ചിന്തിക്കേണ്ടത്, എനിക്ക് കഴിവുണ്ട്, എൻ്റെ അടുത്ത് വന്ന ആള് ഞാൻ ചെയ്തു കൊടുത്തത് സക്സസ്ഫുൾ ആണെന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ എൻ്റെ അടുത്ത് ആള് വരും എന്ന് വിശ്വസിക്കുക. ആ കഴിവ് കാണിക്കേണ്ട സമയത്ത് ഞാൻ ഭയപ്പെട്ട് നെഗറ്റീവായിട്ട് ഇരുന്നിട്ടില്ല, എൻ്റെ ജീവിതം തൊലഞ്ഞു. അയാൾ എന്തിനാ 20 അടി അപ്പുറത്ത് വന്നിരുന്നത്? വേറെ സ്ഥലം ഉണ്ടായിരുന്നില്ലേ? എനിക്കെതിരാണ് അയാൾ വന്നത് എന്നുള്ള നെഗറ്റീവ് തോട്ട്സ് നിറച്ചു കഴിഞ്ഞാൽ ഇയാളിലുള്ള പവർ പോലും നഷ്ടപ്പെടുമെന്നാണ് സാർ എനിക്ക് തോന്നുന്നത്. അല്ല, സാറ് പറഞ്ഞതാണ് വളരെ കറക്റ്റ്. ഈ നെഗറ്റീവ് വരുന്നതിന്റെ നമ്മൾ എപ്പോഴും നമ്മുടെ സ്വന്തം ബലത്തിനോ സ്വന്തം എഫിഷ്യൻസിനോ അല്ലെങ്കിൽ സ്വന്തം എന്തൊരു ആക്ടിവിറ്റീസിനോ നമുക്ക് വിശ്വാസമില്ല. ഒന്ന്. രണ്ടാമത്, നമ്മുടെ മൈൻഡ് ഓൾവേസ് ഗെറ്റ് ഹാപ്പിനെസ് ബൈ ഹിയറിംഗ് നെഗറ്റീവ് ന്യൂസ്. എന്റെ കൂട്ടുകാരന് 100 രൂപ നഷ്ടപ്പെട്ടു, ഐ വിൽ ബി മോർ ഹാപ്പിയർ. എന്റെ കൂട്ടുകാരൻ 3 പേരുടെ കൂടെ പോയപ്പം അവനാണ് പൈസ പേ വേണ്ടി, അവന് 500 രൂപ കാലി, റൈറ്റ്?
ഐ എം ഹാപ്പിയർ. നമ്മൾ ഇങ്ങനെ എപ്പോഴും നമ്മുടെ കൊച്ചു തൊട്ടേ കൊണ്ടുവന്നതായിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ വൈ ഇറ്റ് ഗോട്ട് ഡെവലപ്പ് സോ എന്ന് പറഞ്ഞു. അവിടെ വരെ ഞങ്ങൾ എത്തിയിട്ടില്ല റിസർച്ചിൽ. അപ്പോൾ നമ്മൾ എപ്പോഴും വേറൊരാള്, ഇപ്പം സാബു സാറ് 1030ാമത്തെ പ്രോഗ്രാം നടത്തുന്നു, സാറിനെ സൂം വിളിച്ചു പറഞ്ഞ് അടുത്ത ഒരാഴ്ചത്തേക്ക് സൂം തരത്തില്ല. ഐ വിൽ ബി മോർ ഹാപ്പിയർ. എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, സാറ് ഇങ്ങനെ അടിച്ച് കശരിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാറിന്റെ ഇതിന് 130 കഴിഞ്ഞപ്പം സാറിന് ഒരു ബ്രേക്ക് വന്നു. എനിക്ക് അതിന് എന്തുകൊണ്ട് എന്തെങ്കിലും ലാഭമുണ്ടോ? ഒരു പൈസയുടെ ലാഭമുണ്ടോ? ഇല്ല. ഒരു പൈസയുടെ നഷ്ടമുണ്ടോ? ഇല്ല. പക്ഷെ സാറ് നടത്തുമ്പോൾ എനിക്ക് ലാഭമുണ്ട്. ഇപ്പൊ മുലാനാഥൻ സാറോ അല്ലെങ്കിൽ വേറെ ജ്യോതി സാറോ പല സാറുകൾ ക്ലാസ് എടുക്കുന്നുണ്ട്, അവരുടെ തോട്ട് പ്രോസസ് എനിക്ക് കിട്ടും. ഞാൻ അത്രയും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നില്ല. ഞാൻ എല്ലാം എനിക്ക് സാറ് ക്ലാസ് എടുക്കാൻ സമ്മതിച്ചില്ല, പിന്നെന്തിനാണ് ആ ക്ലാസ് വേണം. ഇങ്ങനെയാണ് ഓരോന്നിനും നമ്മൾ ഈ തേർഡ് പാർട്ടീസും സെക്കൻഡ് പാർട്ടീസും ഡൗൺ ആകുന്നതിൽ കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു എൻവയോൺമെന്റിൽ ഡെവലപ്പായി വന്നതുകൊണ്ട് our mind always generate negative thoughts than positive thoughts. ആ നെഗറ്റിവിറ്റിയിലോട്ട് വഴുതി പോകാൻ എപ്പോഴും ചാൻസ് ഉണ്ട്. ഈ ചാൻസിന് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ, we should intentionally attend to our activities, our thought process. നമ്മുടെ മൈൻഡിൽ വരുന്ന തോട്ടിനെ നമ്മൾ കുറെ കാലം ചാലഞ്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഇപ്പൊ ഞാൻ പറയാണ് സാബു സാർ ഇത്രയും ചെയ്തു, ആയിക്കോട്ടെ, അതിനെന്താ, വാട്ട് ആം ഐ ഗോയിങ് ടു ലൂസ്? അതല്ലെങ്കിൽ സാബു സാർ ഈസ് മൈ ഗുഡ് ഫ്രണ്ട്, ഹി ഹാസ് ഗിവൺ മീ ഗുഡ് എമൗണ്ട് ഓഫ് ചാൻസസ്, സോ ഐ ഷുഡ് സപ്പോർട്ട് ഹിം എന്ന് ഞാൻ മൈൻഡിൽ അഗൈൻ ഡിക്ലെയർ ചെയ്താൽ, that minute my mind will start think about positivity of this particular site or particular activity. നമ്മൾ അതിനെ കുറിച്ച് ഓരോന്നിനും നമ്മുടെ അതിന്റെ പോസിറ്റിവിറ്റിനെ കുറിച്ച് ചിന്തിക്കുവാണെങ്കിൽ we will start to have happiness with us. ഹാപ്പിനെസ്സും നെഗറ്റിവിറ്റിയും ഇല്ലെങ്കിൽ നമ്മുടെ ദേഹത്തിൽ വേറെ വലിയ കുഴപ്പമൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എപ്പോഴും, ഞാൻ കുറെ കാലങ്ങൾ വേറൊരു തിയറി കൂടെ സഞ്ചരിക്കുന്നവനാണെന്ന് ഞാൻ പല സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഷുഗർ ലെവലൊക്കെ ഞാൻ പല സമയങ്ങളിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സാബു സാർ കേട്ടിട്ടുണ്ടല്ലോ. ബട്ട് എന്നെ വേറൊരു ടീം കമ്പൽ ചെയ്ത് ഞാൻ ഇന്നലെ ക്രിയാറ്റിൻ ചെക്ക് ചെയ്യണം. കഴിഞ്ഞ ആഴ്ച കൊണ്ട് ഒരാഴ്ച കൊണ്ട് യു ഹാവ് ടു ചെക്ക് ക്രിയാറ്റിൻ, നിനക്ക് 20 വർഷമായിട്ട് പ്രശ്നമുള്ള ഒരുത്തനാണ്. ഞാൻ ചെക്ക് ചെയ്തപ്പം ക്രിയാറ്റിൻ വളരെ ക്വൈറ്റ് നോർമൽ ആണെന്നുണ്ട്. എന്തുകൊണ്ട്? I am not feeling anxious over my sugar level. On the other hand, I feel happy. I am the guy who can live with this number of, or this scale of, what do you call that? DM2. Diabetes mellitus എന്ന് പറയുന്നത് 2 എനിക്ക് ഈ റേഞ്ചിലും ജീവിക്കുന്നതിന് ഒരു പ്രോബ്ലം ഇല്ല എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ കുഴപ്പമില്ല. അതാണ് നമ്മുടെ. അല്ലാതെ ഞാൻ ഇന്നലെ അല്ല, സൺഡേ ഐ ഹാവ് ഗോൺ ടു മൈ ഫ്രണ്ട് ഹു ഇസ് എ പ്രൊഫസർ. അദ്ദേഹത്തിന് ഇപ്പോഴും 150 വരെ പോയപ്പം ആൾട്ടർനേറ്റീവ് ഡേ ടാബ്ലറ്റ് കഴിക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞു. എവരുടെ അല്ല, ആൾട്ടർനേറ്റീവ് ഡേ സ്മോൾ ടാബ്ലറ്റ്, ഓക്കെ, 10 mg. അപ്പം അദ്ദേഹം പറയാണ്, അയ്യോ 150 പോയി കഴിഞ്ഞാൽ നമുക്ക് കിഡ്നി അടിച്ചു പോകും, അതാവും, ബ്ലഡിലെ പ്രോബ്ലം വരും, നമ്മുടെ ഹാർട്ട് അറ്റാക്ക് വരും. ഞാൻ പറഞ്ഞു, നീ 150 പറയുന്നത്, ഞാൻ അതിനെ 3 ഗുണം കൊണ്ടിട്ട് എനിക്കൊരു കുഴപ്പമില്ലല്ലോ. അതൊക്കെ നിങ്ങൾ ഇന്ന് വേണമെങ്കിൽ പറയും, നാളെ എപ്പോഴും വേണമെങ്കിൽ നിങ്ങളുടെ ഫ്യൂസ് ഊരും. ഞാൻ പറയും, ഫ്യൂസ് എല്ലാവരുടെയും ഊരുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പലരെയും പല സമയങ്ങളിലും ഊരും. അറ്റനിക്കേസ് ഹു ഹാസ് ക്രോസ്ഡ് ആർ സെഡ് ടു ബി സീനിയർ സിറ്റിസൺ, അവരുടെ എന്ന് ഫ്യൂസ് ഊരിയാലും നമുക്ക് കുഴപ്പമില്ല. അത് അത്രേ ഉള്ളൂന്ന് സിമ്പിളായിട്ട് ഞാൻ 1-2 ലൈൻ പറഞ്ഞപ്പോൾ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മൈൻഡ് ഓൾവേസ് ടെൽസ് നെഗറ്റീവ് പോയിന്റ്സ്. അപ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോവും, നമ്മൾ ഈ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആവും, ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകും, ആശുപത്രിയിൽ പോയാൽ ഞാൻ മരണപ്പെടും. സാർ, ഞാൻ വേറൊരു സിമ്പിൾ ചോദ്യം ചോദിക്കാം. ജ്യോതികുമാർ സാർ LICയുടെ ആണല്ലോ, ഞാൻ ചോദിക്കട്ടെ, ജ്യോതി സാർ, LIC എങ്ങനെ ജീവിക്കുന്നു അത് ഒന്ന് പറയണം.
സാർ ചായ കുടിക്കാൻ പോയ എന്നാ സാറേ LIC? how LIC is growing or how is it living? സാർ ചുരുക്കത്തിൽ പറഞ്ഞാല് നമ്മുടെ ചിന്തകളെ നെഗറ്റീവ് ആക്കി എടുത്ത് അതിന് തൂക്കം വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതെ നിങ്ങൾ ഇത്ര കിട്ടും. അതെ സാർ റൈറ്റ്. ആ പോയിന്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. LIC-യിലുള്ള ഓഫീസേഴ്സ് എല്ലാവരെയും പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഇളങ്കോ നീ മരണപ്പെടുമ്പോൾ, സാബു നീ മരണപ്പെടുമ്പോൾ, സരസ്വതി നീ മരണപ്പെടുമ്പോൾ, അവരുടെ ടോക്ക് ഇതാണ് സാർ. നിന്റെ കുടുംബത്തിൽ ബാക്കിയുള്ളവർ രക്ഷപ്പെടണ്ടേ? അങ്ങനെ ആകുമ്പോൾ നമ്മളെ അനാവശ്യമായിട്ട് അവർ ചിന്തിപ്പിക്കുന്ന, നമ്മൾ ആൾറെഡി നെഗറ്റീവ് തോട്ടിലുള്ളവരാണ്, അതിനെ ഫർദർ നെഗറ്റീവിലോട്ട് അവർ കയറ്റി നമ്മളെ ഹാങ് ചെയ്ത് കഴുത്തിൽ കയറിട്ട് തൂക്കി നിർത്തിയിട്ട് പറയും, ഇനി നീ ഇത്ര രൂപ പ്രീമിയം തന്നാൽ നീ രക്ഷപ്പെടും. Sir, we should compete against ourselves is the best way to come out of this problem. Yes, right, sir. Right. I do agree upon it. താങ്കൾ പറഞ്ഞ നല്ലൊരു പോയിന്റ് ആണ്. നമ്മുടെ പോയിന്റിന് തന്നെ അഗൻസ്റ്റ് ആയിട്ട് വരണമെന്ന് പറഞ്ഞത്. അതിനാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓൺ മൈൻഡ് ഈസ് എവർ ജനറേറ്റിംഗ് നെഗറ്റീവ് പ്രോസസ്. അപ്പൊ ആ നെഗറ്റിവിറ്റിയിൽ നിന്ന് നമുക്ക് മാറാൻ കഴിഞ്ഞാൽ, നെഗറ്റിവിറ്റിയിൽ നമ്മൾ വഴുതി വീഴാനിരുന്നാൽ, അത് നെഗറ്റിവിറ്റിയിൽ വഴുതി വീഴാതിരിക്കുന്നത് എപ്പോഴും പോസിബിൾ, യു ഷുഡ് ബി ഓൾവേസ് അലർട്ട്. നീ എങ്ങനെ വീഴുന്നു എന്ന് പറഞ്ഞ് നിനക്ക് മനസ്സിലാകണം. അപ്പൊ നീ അതിനകത്ത് ഇവിടെ ചെന്നാൽ ഇവിടെ വഴുക്കുണ്ട്, കാൽ വഴുതും എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ട് ഫാസ്റ്റർ സ്റ്റെപ്പ് വയ്ക്കാതെ സ്ലോവർ ആയിട്ടും, സ്ലോവർ മാത്രമല്ല നമ്മൾ കാലിന്റെ പെരുവിരൽ ഊന്നി, എന്നൊക്കെ പണ്ട് വയലില് പറമ്പിലൊക്കെ നടക്കുമ്പോൾ വെള്ളമൊക്കെ എഴുതി അവിടെ എല്ലാം വഴുക്ക് അല്ലെങ്കിൽ ചറുക്കുമെന്ന് തോന്നുന്ന സ്ഥലത്ത്, പ്രത്യേകിച്ച് ഈ വെള്ളമും പുല്ലുമുള്ള സ്ഥലത്ത് നമ്മുടെ കാല് വഴുതുമെന്ന്. അപ്പം എൻ്റെ അച്ഛനൊക്കെ പണ്ട് പഠിപ്പിച്ചു തന്നത്, ഈ നമ്മുടെ പെരുവിരലിനെ, പാദത്തിലുള്ള പെരുവിരലിനെ ആദ്യം വലിച്ചിങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ആദ്യം ഊന്നി അതിന് കുറച്ച് അടുത്ത ലെഗിനെ വെക്കുകയാണ്. അപ്പൊ യുവർ ലെഗ് വിൽ നോട്ട് ഗെറ്റ് സ്ലിപ്പ്. അപ്പൊ ഇതേപോലെ നമ്മുടെ മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഓരോരോ മിനിറ്റിനും നമ്മൾ പരമാവധി അപ്പോൾ അവരായി, ഇഫ് വി ബ്രിങ് ബാക്ക് ടു പോസിറ്റിവിറ്റി, ഈസിലി വി ക്യാൻ ലിവ് ഹാപ്പിലി. വളരെ സിമ്പിളറാണ്. എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഒരിക്കലും കുഴപ്പം വരാതിരിക്കും. നമ്മൾ എല്ലാ മീൻസ് ടോട്ടൽ ലോകത്തിന് ഹാപ്പിയർ ആയിക്കോട്ടെ, ഞാനും ഹാപ്പിയറാണ്, ഞാൻ മാത്രം സന്തോഷമായിട്ട് ജീവിക്കണം, ബാക്കി ആരും ജീവിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രോബ്ലം വരുന്നതായിട്ട് കാണുന്നത്. സോ ആർ മൈൻഡ്, നമ്മുടെ മൈൻഡിനെ നമ്മൾ ആര് ചെയ്താലും നമ്മുടെ സൈഡിൽ നെഗറ്റീവിലോട്ട് പോകുമ്പോൾ, ഇഫ് യു ബ്രിങ് ബാക്ക് ടു പോസിറ്റിവിറ്റി, യു വിൽ ഹാവ് ലെസ് ആങ്സൈറ്റി. സിംപ്ലറാണ്, ലെസ് ആങ്സൈറ്റി. And your mind will get derived towards your right activity. അത് എങ്ങനെ? അതിനാണ് മൈൻഡ്ഫുൾനെസ് ചെയ്യുമ്പോൾ പ്രീഫ്രണ്ടൽ കോർട്ടക്സിന് ഗ്രേ മാറ്റേഴ്സ് തിക്കാകുമ്പോൾ നമ്മുടെ തോട്ട് പ്രോസസ് ഒരുപാട് നെഗറ്റീവില് പോകത്തില്ല. ഞാൻ ആദ്യം ഒരു ദിവസം പിക്ചർ കാണിച്ചിരുന്നു തോന്നുന്നു. അതിന് 3 ഐറ്റം: പ്രീഫ്രണ്ടൽ കോർട്ടക്സ്, അതിന് ടെക്സ് എന്ന് ഒരു പടം കാണിച്ചിരുന്നു, ഒരു ബൾബൊക്കെ വെച്ച്, പിന്നെ ഒരു ലൈബ്രറിയൻ ഹിപ്പോകാമ്പസ്, നടുക്ക് ഒരു അമിഗ്ഡാല. അമിഗ്ഡാല എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഈ നമ്മുടെ കണ്ണിൽ കാണുന്നത് ബ്രെയിനിലോട്ട് മെസ്സേജ് കൊടുക്കും, മെസ്സേജ് കൊടുക്കുന്നത് നേരെ ഹിപ്പോകാമ്പസിലോട്ട് കൊടുക്കും. We should not think about ourselves too much. We should not think about ourselves. അമർ ജ്യോതി മാം അങ്ങനെയും അല്ല, നമ്മളെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചാലും പോസിറ്റിവിറ്റി വരും. അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു തരുന്നത്. നമ്മളെ സുഖമായിട്ട് നമ്മളെ മീൻസ് ബാക്കിയുള്ളവർ മോശമായിട്ട് ചിന്തിക്കാതെ, അല്ലാതെ നമ്മുടെ മൈൻഡിനെ പോസിറ്റീവായിട്ട് ചിന്തിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ നമ്മളെ കുറിച്ച് അവരാകുന്നവരും നമ്മൾ പോസിറ്റീവ് ആക്കാൻ പറ്റും. എങ്ങനെ? ഒരു മെസ്സേജ് നമ്മുടെ കണ്ണിൽ കാണുന്നുണ്ട്, ഒരു പാമ്പ് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു ബസ് ഇടിക്കാൻ വരുന്നു, അല്ലെങ്കിൽ ബസ് ട്രാവൽ ചെയ്യുന്നു. ബസ്സിന് കാട്ടിൽ നമ്മൾ സൈഡിൽ നിന്നാൽ ബസ് നമ്മളെ ഇടിക്കില്ലെന്ന് നമുക്ക് തോന്നണമെങ്കിൽ, അപ്പോൾ കണ്ണിൽ കണ്ട ഉടനെ ബ്രെയിനിലോട്ട് അയക്കുമ്പോൾ ബ്രെയിൻ്റെ ഇമ്പൾസ് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ,
ഹിപ്പോ ക്യാമ്പസിലോട്ട് അത് അയക്കും. അയച്ചിട്ട് പറയും എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞോ എന്ന് പറയുമ്പോൾ ഹിപ്പോ ക്യാമ്പസ് തരും. ബസ് നിന്റെ നേർ ഡിഗ്രിയിൽ വന്നാൽ നിന്നെ ഇടിച്ചാൽ നീ താഴെ പോകും, താഴെ പോയാൽ ആശുപത്രിയിൽ പോകും, ഓക്കെ, നീ താഴെ വീഴും. പക്ഷെ ബസ് നിന്നെ ഇടിച്ചില്ലെങ്കിൽ യു വിൽ ബി സേഫർ. അതിനുവേണ്ടി ബസ്സും നീയും ഒരു 1/2 അടി ഗ്യാപ്പെങ്കിലും വേണം എന്ന് ഹിപ്പോ ക്യാമ്പസ് പറയും. അപ്പൊ ഹിപ്പോ ക്യാമ്പസിന് ഇരുന്ന് ആ പൾസ് പ്രീഫ്രണ്ടൽ കോർട്ടക്സ് വരുമ്പോൾ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് തീരുമാനിക്കും ഈ വരുന്ന ബസ്സിന്റെ ഡയറക്ഷനും ഞാൻ രക്ഷപ്പെടുവോ ഇല്ലയോ. ഈ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്നതിന് ഇടയ്ക്ക് സംടൈംസ് അമിഗ്ഡല ഡിക്ലെയർ ചെയ്യും, നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇടിച്ചു കഴിഞ്ഞാൽ നീ ഇല്ലാതെ പീസായി പോകും, ചാടിക്കോ എന്ന് പറയും. അപ്പൊ നമ്മൾ ചാടും. അപ്പൊ അമിഗ്ഡല ഇങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ അമിഗ്ഡാല ഹൈജാക്ക് എന്ന് ഒരു ടോപ്പിക്കിൽ പറയുന്നത്. ആ ഹൈജാക്ക് ചെയ്യുന്നതാണ് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് സമയമെടുത്ത് അനലൈസ് ചെയ്ത് അതിന് ആൾട്ടർനേറ്റീവ് എവാലുവേഷൻസ് പറ്റുമോ ഇല്ലയോ. അല്ലെങ്കിൽ ഞാൻ ഒരു 6 അടി ഇങ്ങോട്ട് മാറി നിന്നാ പറയും, ബസ് ഫാസ്റ്റ് ആയിട്ട് വരുന്നു, 6 അടി ഇങ്ങോട്ട് മാറി നിൽക്കുകയാണെങ്കിൽ ബസ് ആ റൂട്ടിൽ കൂടെ പോയിക്കോളും. അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് ചാടുവാണെങ്കിൽ ഞാൻ രക്ഷപ്പെടും. അതല്ല 3 സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് ചാടുവാണെങ്കിൽ ഞാൻ രക്ഷപ്പെടും. ഇങ്ങനെ എന്ത് വേണമെങ്കിലും ആൾട്ടർനേറ്റീവ് ഡിസിഷൻസ് എടുക്കുന്നതിന് മുമ്പ് അമിഗ്ഡല നമ്മളെ ചില സമയങ്ങളിൽ കമഴ്ത്തുമ്പോൾ നമ്മൾ രക്ഷപ്പെടാം. അതല്ലെങ്കിൽ ഞാൻ ഒരു വാട്സപ്പിൽ ഒന്ന് കണ്ടിരുന്നു, ഒരു വീട്ടില് ദീപാവലിക്ക് അച്ഛൻ പടക്കം ഒരു വീട്ടിന്റെ കോമ്പൗണ്ട് വാളിന് മുകളിൽ ഒരു പടക്കം വെച്ചിട്ട് ഇയാൾ പോയി തീ കൊളുത്താൻ പോകും, 1, 2. അപ്പൊ മോൻ പറയും അപ്പൊ ഓടിക്കോ വന്നു. അപ്പൊ ഇവൻ ബാക്കിൽ അച്ഛൻ ഓടി വരും, അവിടെ കത്തിയില്ല, പിന്നെയും പോയി കത്തിക്കും. സാർ അതെല്ലാവരും കണ്ടിരുന്ന് കാണുന്നു വന്നു. ലാസ്റ്റിൽ അങ്ങേര് കത്തിക്കുന്ന കത്തിയേന്ന് പറയും, ഇങ്ങേര് അടിച്ചു പിടിച്ച് ബാക്കിലോട്ട് തിരിഞ്ഞു ഓടുന്ന സമയത്ത് ഈ റോഡില് തലകുത്തല് വീഴുന്ന ഉരുളും. സാബു സാർ ആ വീഡിയോ കണ്ടിരുന്നോ? അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഞാൻ കണ്ടില്ല വീഡിയോ. അല്ല സാറേ, ഞാൻ എന്താണോ പറഞ്ഞത് സാറേ, വി ഷുഡ് നോട്ട് തിങ്ക് അബൌട്ട് ourselves ടു മച്ച്. അതായത് ചിലരെന്താണെങ്കിൽ വേറെ ആൾക്കാർ ഭയങ്കര പ്രോഗ്രസ് നേടുമ്പോ അയ്യോ എനിക്കത് നേടിയില്ലല്ലോ, നമ്മളിങ്ങനെ സ്വന്തം ചിന്തിച്ച് വെറുതെ നെഗറ്റീവ് ആവും. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. റൈറ്റ് മാം, താങ്കൾ ചിന്തിച്ച ഏരിയ നെഗറ്റീവില് ഉള്ള ഒരു ആൻസർ നല്ല ഒരു എക്സാമ്പിൾ ആണ്. ഐ ഡു അഗ്രി അപ്പോൺ ഇറ്റ്. പക്ഷെ ഞാൻ അതിനെ എങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ സാബു സാർ ഇത്രയും ഹൈറ്റിലോട്ട് പൊങ്ങുമ്പോൾ ഇളങ്കോ അതിന് നെഗറ്റീവായിട്ട് എനിക്ക് വളരാൻ പറ്റില്ല എന്ന് കരയുന്നു എന്നാണ് അമർ ജ്യോതി മോഡം പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, സാബു സാറിന് വളരാൻ പറ്റും, സാബു സാറിന് വെള്ള മുടി ഇരിക്കുന്നത് കൊണ്ടായിരിക്കും. അപ്പൊ എന്റെ കറുത്ത മുടിയിനൊക്കെ ഞാൻ വെള്ളയാക്കി കഴിഞ്ഞാൽ എനിക്ക് വളരാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കും. അത്രയേ ഉള്ളു കാര്യം. ബിക്കോസ് ഹി ഈസ് ആൾസോ ഹ്യൂമൻ, ഐ എം ആൾസോ ഹ്യൂമൻ, ഹി ഈസ് ആൾസോ സെയിം ബ്ലഡ്, ഐ എം ആൾസോ. സാർ മുമ്പിലോട്ട് വളരുവാണെങ്കിൽ എനിക്ക് ഐ ഹാവ് എൻ എക്സാമ്പിൾ ദാറ്റ് ഹു ഹാസ് ഗ്രോൺ. അപ്പൊ എനിക്ക് വളരാൻ പറ്റും. ഇങ്ങനെ എടുക്കുന്നതിനാണ് പോസിറ്റിവിറ്റി എന്ന് ഞാൻ പറയുന്നത്. ഇത് എനിക്ക് പ്രോബ്ലി ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. ഒരു പർട്ടിക്കുലർ ആക്ഷൻ എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ വി വിൽ ബി ഹാവിങ് an എക്സാമ്പിൾ അറ്റ് ദ പ്രിയർ ഏരിയ. ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നതിന് എന്നെക്കാട്ടിൽ മുമ്പിൽ ഒരാൾ ഓടുവാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയാം, ഞാൻ ട്രാഫിക്കിൽ വണ്ടി ഓടിക്കുമ്പോൾ, ഹൈവേയിൽ വണ്ടി ഓടിക്കുന്നത് ഞാൻ ഫ്രണ്ടിലുള്ള ടയറിനെ നോക്കിയാണ് ഓടിക്കുന്നത്. അത് കുഴിയിൽ വീഴുവാണെങ്കിൽ അവിടെ ഞാൻ ബ്രേക്ക് ചവിട്ടും. അത് നേരെ ഫ്രീ ആയിട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് പോകും. അവൻ ലെഫ്റ്റിലോട്ട് ചെറിയതായിട്ട് ചരിക്കുവാണെങ്കിൽ ഞാനും ചരിക്കും. എന്താ പറഞ്ഞാൽ അവൻ എന്തോ ഹി ഫൗണ്ട് ഔട്ട് സംതിങ് റോങ്, സം ടീച്ചർ ഒരു കല്ലോ എന്താ കണ്ടു കാണും. അതുകൊണ്ട് പുള്ളി ചെറിയതായിട്ട് ഇടത്തോട്ട് വലിച്ച് ഞാൻ എന്റെ സ്റ്റീറിങ് ഇടത്തോട്ടാക്കും. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിന് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഈ ഹൈവേയിൽ വണ്ടി ഓടുമ്പോൾ നീ പ്രത്യേകിച്ച് ഒരു 5 മീറ്ററിനോ 10 മീറ്ററിനോ മുമ്പിൽ ഒരു വണ്ടി വിട്ടിട്ട് ആ വണ്ടിയുടെ ഡയറക്ഷനും ആ വണ്ടിയുടെ വീല് മാത്രം നോക്കിയാൽ മതി, നിനക്ക് സുഖമായിട്ട് മനസ്സിലാവും. അവൻ ബ്രേക്ക് ചവിട്ടുവാണെങ്കിൽ ആ ലൈറ്റ് കത്തുവാണെങ്കിൽ യു ക്യാൻ ആൾസോ പുട്ട് ബ്രേക്ക്, അപ്ലൈ ബ്രേക്ക്. അല്ലെങ്കിൽ അങ്ങനെ നേരെ പോകണമെങ്കിൽ നീ നേരെ പോയിക്കൊണ്ടിരിക്കാം. പിന്നെ നേരെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ വണ്ടി കടക്കുന്ന ചാടുവാണെങ്കിൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് അവിടെ ഒരു ചെറിയ ഒരു പ്രശ്നമുണ്ട്, നീ അത് തന്നെ എതിർ നോക്കി പോയാൽ മതി. അപ്പം അങ്ങനെ നമുക്കൊരു ലാഭം എന്ന് വിചാരിക്കുന്നത് ഞാൻ ഒരാളാണ് മാഡം. നമുക്ക് അങ്ങനെ എടുക്കാം. മാഡം പറഞ്ഞത് നോർമലി ഈ മൈൻഡ് ഇസ് നെഗറ്റീവ് തോട്ട് ജനറേറ്റർ എന്ന് പറയുന്ന ഒരു ആംഗിളിൽ വരുമ്പോൾ അത് അങ്ങനെയാണ് ഓടുന്നത്. ട്രൂ. അതായത് ആ പ്രോബ്ലത്തിന് എങ്ങനെ ഹൗ വി കൻ കം ഔട്ട് ഓഫ് ഇറ്റ്, അതാ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതാ ഞാൻ അത് പറഞ്ഞത്. ചില ആൾക്കാർ കൂടുതൽ അവരെ പറ്റി ഇങ്ങനെ ബ്രൂഡ് ഓവർ ചെയ്യും, അയ്യോ എനിക്ക് അങ്ങനെ ആയില്ല ഇങ്ങനെ ആയില്ല. അപ്പൊ എന്താവും, അവരെപ്പോഴും ദുഃഖിതരായിരിക്കും. When we think about others' progress and others' success, we should feel happy. Then that is the best way. അല്ല, അതിനാണ്
നമ്മളെ കുറിച്ച് അവെയർ ആകുക, നമ്മൾ അറ്റൻഡ് ചെയ്യുക, ഇത് രണ്ടും ചെയ്താൽ മതി. നമ്മുടെ ആക്ടിവിറ്റീസിന് അറ്റൻഡ് ചെയ്യുക, നമ്മൾ അവെയർ ആയിരിക്കുക. ഐ ആം റണ്ണിങ് സെക്കൻഡ്, ഞാൻ ഇതാ ഇപ്പം സാറിനെ പിടിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ എന്റെ കോമ്പറ്റീറ്ററിന്റെ അടുത്ത് വരെ ഞാൻ ഉണ്ട്, അപ്പം എനിക്ക് കുറച്ചുകൂടെ ത്രസ്റ്റ് കൂട്ടുവാണെങ്കിൽ ഞാൻ കോമ്പറ്റീറ്ററിനെ ഇത് ചെയ്യും. അതല്ല, കോമ്പറ്റീറ്ററിനെ കാട്ടിലും ഞാൻ അതിന് സിമ്പിൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇൻഫോസിസ് വളർന്ന രീതി അറിയാവോ മാഡം? ഇൻഫോസിസ് വളർന്ന രീതി വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇൻഫോസിസിലെ 5 വർഷം 8 വർഷം ജോലിയെടുത്ത ആൾക്കാർ അതിലിരുന്ന് പിരിഞ്ഞു പോയിട്ട് ചെറിയ സ്റ്റാർട്ടപ്പ് തുടങ്ങും. സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആരാണ്? ഇപ്പൊ ഇളങ്കോ ഈസ് എ ഗൈ ഹു വാസ് വർക്കിംഗ് വിത്ത് ഇൻഫോസിസ്. എന്റെ ക്ലയന്റ് ഒരു ABC ആണെങ്കിൽ അങ്ങനെ ഇളങ്കോയുടെ കൂടെ ലാസ്റ്റ് 5 വർഷമായിട്ട് ഇന്ററാക്ട് ചെയ്തതിന് ഞാൻ ലാസ്റ്റിലെ ക്ലയന്റ് ABC വിളിച്ച് പറയും, സാറേ, now I am fed up with the Infosys. I am trying to move out of Infosys and trying to open up my own company. Sir, will you help me out? Ilango, I am not interested on Infosys or something else. I really have a better understanding with Ilango. Ilango, wherever you go, I will be with you. എന്ന് പറയും. അപ്പം അങ്ങനെ കുറെ ആൾക്കാർ ചെയ്തപ്പോൾ ഇൻഫോസിസിന്റെ നാരായണമൂർത്തി ചെയ്ത ഒരു വർക്കാണ്, എനിബഡി ഹു മൂവ്സ് ഔട്ട് ഓഫ് ഇൻഫോസിസ് and starting up his own company can contract with Infosys. Infosys will give them contract job to them. അപ്പോൾ പുള്ളിക്ക് അപ്പോഴും ലോകത്തിലെ അവനാണ് തലവൻ. അയാളുടെ താഴെ ബാക്കി ഇഷ്ടം പോലെ കമ്പനീസ് ഇൻഫോസിസിന് എടുത്തോണ്ടിരുന്നു. ഇൻഫോസിസ് വാസ് ഗ്രോയിങ് ഇൻ ദിസ് പാറ്റേൺ. അപ്പൊ ഇത് എങ്ങനെയാന്ന് പറഞ്ഞാൽ പുള്ളി ആ നെഗറ്റീവ് തോട്ടിനെ പോസിറ്റീവായിട്ട് കൺവെർട്ട് ചെയ്തു. He was able to convert his negative or his competitors to be his supporter. അങ്ങനെ ആകുമ്പോൾ MYK എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ചെന്ന് പുള്ളി പ്രസന്റ് ചെയ്യുമ്പോൾ he will say that I have this many companies supporting me. അന്ന് 5 കമ്പനി ആയിരുന്നു, ഇന്ന് 12 കമ്പനി ഇൻഫോസിസിനെ സപ്പോർട്ട് ചെയ്യുന്നു. Therefore you can confidently give your assignment to Infosys. അപ്പം അടുത്ത MYK നോക്കുന്നത് ABC കാണുന്നു, ZYA കാണുന്നു, അവരെല്ലാം ഇൻഫോസിസിൽ കാണുന്നു. ഞാനും തരാം സാർ എന്ന് പറയും സിമ്പിൾ ആയിട്ട്. ദാറ്റ് ഈസ് എ ബിസിനസ് സ്ട്രാറ്റജി ഓഫ് ഇൻഫോസിസ് വൈൽ നാരായണമൂർത്തി വാസ് റൂളിംഗ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സമയത്തിൽ കോമ്പറ്റീഷൻ വാസ് വെരി മിനിമം. എന്റെ ഒരു ഫ്രണ്ട് അതിലിരുന്ന് പിരിഞ്ഞു വന്ന് സെപ്പറേറ്റ് കമ്പനി തുടങ്ങിയിട്ട് ലാസ്റ്റിൽ അവർക്കേ ചെയ്തപ്പോ എന്തിനാണെന്ന് ചോദിച്ചപ്പം, see, I can't emotionally I am bonded to Infosys. ഞാൻ പുറത്തു വന്നാലും പക്ഷെ എനിക്ക് ഇപ്പോൾ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന അവർ തന്നെ. പണ്ട് എനിക്ക് 1 ലക്ഷം രൂപ തന്നോണ്ടിരുന്നു, ഇപ്പം I am able to earn 5 lakhs. I am a separate entity but subcontractor of Infosys. ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ കുറെ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്തത്. അപ്പം this is also converting a negative generation of our thought to a positive thought. ഈ പോർഷൻ മനസ്സിലായി എന്ന് തോന്നുന്നു. മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ക്ലിയർ ആണ് സർ, ക്ലിയർ ആണ്. ഓക്കെ, എങ്ങനെയാണ് നെഗറ്റിവിറ്റിയെ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള പാറ്റേൺസ് മനസ്സിലാക്കുക. അതെ, അപ്പൊ അതിനകത്ത് സിമ്പിൾ കാര്യം, പീരിയോഡിക്കലി യു ട്രൈ ടു അറ്റൻഡ് യുവർ സെൽഫ്. അമർജ്യോതി മാം, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായി. പീരിയോഡിക്കലി ട്രൈ ടു അറ്റൻഡ് യുവർ സെൽഫ്. നമ്മൾ ഓട്ടോ പൈലറ്റ് മോഡിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മൈൻഡ് ബാക്കിയുള്ളവരൊക്കെ എവാലുവേറ്റ് ചെയ്ത് അവൻ നന്നാകുന്നു, അവൻ നന്നാകുന്നു, അവൻ നന്നാകുന്നു, ഞാനായില്ല എന്ന് നമ്മൾ പറഞ്ഞോണ്ട് പോകുന്നു. അതിന് പകരം let me be aware about me that I can also move ahead. എന്റെ കോമ്പറ്റീറ്റർ പോവുകയാണെങ്കിൽ അത്രയും ഫാസ്റ്റ്ലി അവർ 80 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ ഞാനും 80 പോവുകയാണെങ്കിൽ രണ്ടുപേരുടെ ഗ്യാപ്പ് സെയിം ആയിരിക്കും. അവർ 80 ഇരിക്കുമ്പോൾ ഞാൻ 83 കിലോമീറ്റർ പെർ അവറിൽ പോവുകയാണെങ്കിൽ പതിയെ ഗ്യാപ്പ് കുറഞ്ഞുകൊണ്ട് വരും. അവർ 80 തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രം ഞാൻ നോക്കിയിട്ട് ഞാൻ 83 85 പിന്നെയും സ്പീഡ് എന്റെ ഗ്യാപ്പ് കുറയും. സാറേ കറക്റ്റ് സാറേ, ഞാൻ ഈ സാറ് പറഞ്ഞതിനോട് വളരെയധികം യോജിക്കുന്നു. എനിക്ക് ഈ ഒരു ട്രെയിനിങ് എൻ്റെ അച്ഛമ്മ, എൻ്റെ ഗ്രാൻഡ്മ ഞങ്ങള് ചെറിയ കുട്ടികളായിരിക്കുമ്പോഴേ പറയായിരുന്നു, ആരെങ്കിലും ഭയങ്കര വിജയവും ഭയങ്കര പൈസ ഉണ്ടാവും ഒക്കെ ജോലി കിട്ടും ഒക്കെ നന്നാവട്ടെ എന്ന് അപ്പോഴും ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അത് ശരിക്കും ഈ ചെറിയ കുട്ടികളിലാണ് ഇത് വളർത്തിയെടുക്കേണ്ടത്. സാധാരണ പാരന്റ്സ് എന്താ ചെയ്യുകയാണെങ്കിൽ
മറ്റുള്ള നിന്റെ ഫ്രണ്ട്സിന് എത്ര മാർക്ക് കിട്ടി, അപ്പൊ അത്ര നിനക്ക് കിട്ടിയില്ലല്ലോ. അങ്ങനെ ചെറിയ കുട്ടികളെ നമ്മളിങ്ങനെ ചെറുപ്പത്തിലേ ട്രെയിൻ ചെയ്തിട്ടാണ് കുട്ടികൾ ഇങ്ങനെ അസൂയുള്ള കുട്ടികളായി വരുന്നത് ശരിക്കും. അതെ അതെ, റൈറ്റ് മാം, വളരെ കറക്റ്റ് ആണ്. പ്രോബബ്ലി 2022 ശേഷം നോക്കുവാണെങ്കിൽ കേരളത്തിന്റെ സൊസൈറ്റിയിൽ ഒരുപാട് സൈക്കോളജിക്കൽ കൗൺസിലേഴ്സ് വന്ന് എല്ലാ കൗൺസിലേഴ്സും ഇപ്പൊ പറയുന്നത് നോട്ട് ടു കമ്പയർ യുവർ കിഡ്സ്. ഈച്ച് ആൻഡ് എവറി കിഡ് ഹാസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ദേ ആർ മാസ്റ്റേഴ്സ് ഓഫ് സംതിങ്. ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടിരുന്നു, അത് എവിടെ നിന്ന് വന്നെന്ന് കണ്ടില്ല, ഞാൻ എൻ്റെ ഫോണിലുള്ള ആൽബത്തിലാണ് കണ്ടത്. ഇന്ത്യ ഹാസ് എ ടാലന്റ്. എന്താ സർ, ഇന്ത്യ ഒരു 3 എക്സ് ഇട്ടിട്ട് കാണിക്കുമല്ലോ സർ, എനിക്ക് അവരുടെയൊക്കെ പെട്ടെന്ന് പേര് കിട്ടുന്നില്ല. അതിന് ചെന്നൈയിലുള്ള ഒരു കാർത്തിക് എന്നൊരു പയ്യൻ, ഈസ് ഓട്ടിസം ബോയ് ആണ്. ഓട്ടിസം ബോയ് ഹു ഈസ് ഹാവിങ് അബൌട്ട് പ്രോബ്ലി 20 to 23 ആണ് ഏജ്. അവന്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഒരു മദറുടെ പേരും വേറെ പേര് വിശ്വനാഥൻ ആണെന്ന് തോന്നുന്നു. ഫാദർ വിശ്വനാഥൻ, കാർത്തിക് വിശ്വനാഥൻ, ആൻഡ് മദറുടെ പേര് എന്തോ കൊടുത്തിരുന്നു. അവരെല്ലാം ഒരു കൊള്ളാന്ന ഹിന്ദിയാണ് പറഞ്ഞത്, പെർഫെക്റ്റ് ഹിന്ദി അല്ല, അതെനിക്ക് മനസ്സിലായി. അപ്പം ആ പ്രോഗ്രാമിൽ അവർ പറഞ്ഞത് അതാണ്, ഈ പയ്യനെ എക്സ്ട്രാഡിനറി നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് 65% ഓട്ടിസം ഉള്ളവനാണ്. അവന് ആഹാരം പോലും അമ്മ കൂടെ ഇരുന്ന് കൊടുത്താൽ മാത്രമേ, അമ്മയുടെ ഉള്ള നെഗറ്റിവിറ്റി അവർ പറയുമായിരുന്നു, ഐ ഫീൽ റോങ്ലി ദാറ്റ് ഐ ആം ദ ഓൺലി പേഴ്സൺ ഹു ക്യാൻ സപ്പോർട്ട് മൈ കാർത്തിക് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തെറ്റായിരിക്കാം, പക്ഷെ എൻ്റെ ആ ചിന്തകൾ മാറാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഈ പയ്യന്റെ ആ പ്രോഗ്രാമില് പാട്ട് കണ്ടിട്ട് ആ ജൂറിയിൽ ഇരിക്കുന്ന ആള് അവിടെ വന്ന് ഈ പയ്യന്റെ കാല് തൊട്ട് തൊഴും. ഞാൻ പറയാം, at my age I could not see this divinely sound of song. നീ അത്രയും ഒരു ദൈവ വാക്കുകൾ, ദൈവ സൗണ്ടാണ് നീ കൊടുത്തതാന്ന് മോനോടത്ത്. മോന് 22-23 വയസ്സേ ഉള്ളു. ആ ജൂറി ആയിട്ടിരിക്കുന്ന ആള് എനിക്കൊന്ന് ആ മനുഷ്യനെ 55-60 മുകളിലുള്ള ആളാണ്. He has come and touched his feet. പറയാണ്, എനിക്ക് ഐ ഡോണ്ട് ഹാവ് വോയിസ്. അപ്പം ഇതിലിരുന്ന് എനിക്ക് തോന്നിയത് എന്താന്ന് പറഞ്ഞാൽ, that particular jury took as a positive. അവന്റെ പാട്ടില് അവന്റെ അമ്മയ്ക്ക് നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും നെഗറ്റിവിറ്റി ഷീ സ്റ്റാർട്ടഡ് റെക്കഗ്നൈസിങ് ദാറ്റ് ഐ വാസ് നെഗറ്റീവ്. അത് എപ്പോഴെന്ന് പറഞ്ഞാൽ ഷീ സ്റ്റാർട്ടഡ് മീറ്റിംഗ് സോഷ്യൽ ഫ്രണ്ട്സ്. അവർ ആദ്യം പറഞ്ഞതാണ്, എൻ്റെ മോൻ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എൻ്റെ ആ കോളനിയിൽ ആരും ബർത്ത്ഡേക്ക് പോലും വിളിക്കാറില്ല. പീപ്പിൾ സ്റ്റാർട്ടഡ് ഐസൊലേറ്റിംഗ് മീ. അങ്ങനെയാണ് അവർ തുടങ്ങുന്നത് ഒരു പ്രോഗ്രാം. അപ്പം അത് ഫുൾ ഓഫ് നെഗറ്റീവ്സ് ആണ്. ഫുൾ ഓഫ് നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അവർ തുടങ്ങാത്തത് അല്ല, ഇവരെ വിളിക്കാത്തത് വേറെ എന്തെങ്കിലും റീസൺ ആയിരിക്കാം. അല്ല, ഈ മോൻ വന്നാൽ മോൻ ബാക്കിയുള്ളവരുടെ കൂടെ ഹാപ്പിയർ ആയിരിക്കില്ല, അവൻ അവന്റെ ഓൺ രീതിയിൽ ചിലപ്പോൾ ശല്യപ്പെടുത്തും. സിമ്പിൾ റീസൺ ആയിരിക്കാം. അതൊരു എക്സ്ട്രാഡിനറി റീസൺ ആയിട്ട് ഇവർ കാണിച്ച് അവിടെ പറഞ്ഞിരുന്നു. ഹൗവർ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ഷീ വാസ് ഫീലിംഗ് എക്സ്ട്രാഡിനറിലി ഹാപ്പി. അപ്പം നമ്മൾ ഓരോന്നിനും ഇതൊരു ഇതും കൂടെ ഇന്ന് രാവിലെ എനിക്ക് കണ്ടപ്പം അതാണ് സാർ, ഇന്ന് രാവിലെയാണ് വി ഡിസൈഡഡ് ലെറ്റ് us ടേക്ക് ദിസ് ടോപ്പിക്. ഓർമ്മ ഉണ്ടോ സാർ? ഇന്ന് രാവിലെ ഡിക്ലെയർ ചെയ്ത്. എനിക്ക് ആ പർട്ടിക്കുലർ വീഡിയോ ആണ് എൻ്റെ മൈൻഡിൽ ഓവറായിട്ട് നിന്നത്. അപ്പം ഹൗ മച്ച് ഷി വാസ് നെഗറ്റീവ്, ഹൗ മച്ച് ഷി കുഡ് ടേൺ ടു ബി പോസിറ്റീവ്. ആൻഡ് ദിസ് ബോയ് ഫൈനലി ഹി വാസ് സെലക്ടഡ് ടു ബി ബെസ്റ്റ് സിംഗർ. അപ്പം അതിന്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ ചോദിച്ചാൽ ഞാൻ തരാം. വളരെ ഒരു 23 years boy, Karthik from Chennai. മറ്റേ ഇന്ത്യ ഹാസ് എ ടാലന്റ്, അതിനെന്തോ പറയുന്നത്, ഇന്ത്യ ഗോട്ട് ടാലന്റോ അങ്ങനെ എന്തോ ഒരു കോമ്പറ്റീഷൻ ആണ് ഉള്ളത്. മുകളിൽ 3 എക്സ് കാണിക്കും, ഓരോരുത്തരും പഞ്ച് ചെയ്യുമ്പോൾ ഒരു എക്സ് ലൈറ്റ് കത്തും. ആ പ്രോഗ്രാമിലാണ്. അപ്പം ലെറ്റ് us always think that positivity only will help us to grow smoothly without anxiety, and our negative thought process will generate anxiety. പിന്നെ നെഗറ്റീവ് പരമാവധി നമ്മുടെ മൈൻഡ് ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ആ ശ്രമത്തെ നമ്മൾ പിടിച്ചു നിർത്തി പോസിറ്റീവിലോട്ട് കൊണ്ടുവരിക. ഇപ്പൊ മാഡം പറഞ്ഞ റൈറ്റ് എക്സാമ്പിൾ ഇതാണ്. നമ്മൾ ഈ ഇപ്പം മാഡത്തിന്റെ അമർജ്യോതി മാഡത്തിന്റെ അമ്മൂമ്മ പറഞ്ഞു കൊടുത്തു പറഞ്ഞത്, ഗ്രാൻഡ് മദർ പറഞ്ഞു തന്നത്, കൊച്ചു പ്രായത്തിലെ നമ്മൾ അതെല്ലാം പോസിറ്റീവായിട്ട് എടുക്കാൻ പറഞ്ഞു തരുന്നതിന്. കൊച്ചു പ്രായത്തിൽ പറഞ്ഞു തന്നാൽ കുറച്ചുകൂടെ എളുപ്പമാണ്. ഇപ്പോഴത്തെ പ്രായത്തിൽ പറഞ്ഞാലും ഞാനൊക്കെ
ഈ വയസ്സിലും കേട്ട് മാറുന്നുണ്ട് മാഡം. അപ്പോൾ വയസ്സ് ഈസ് എ സിമ്പിൾ നമ്പർ എന്ന് പറയുന്നതിന് ഒരു പ്രൂഫ് തന്നെയാണ്. അതെ, പഴയ പ്രായത്തിലൊക്കെ എക്സ്ട്രീംലി ഈസി. അതിന് നമ്മൾ psychology and all. Normal people, no, they find very difficult to change. We cannot change them. അയ്യോ, അതിനും ഞാൻ ഒരു നെഗറ്റീവ് തോട്ട് എടുക്കാൻ വേണം. ആരെ വേണമെങ്കിലും നമുക്ക് നന്നാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ നന്നാക്കാൻ പറ്റും. ഐ ഓൾവേസ് തിങ്ക് ദാറ്റ്. പ്രത്യേകിച്ച് ഉലകണ്ണൻ സാറ് പോലത്തെ ആൾക്കാരൊക്കെ ക്ലിനിക്ക് ഇട്ടിരിക്കുമ്പോ അവരൊക്കെ കൊച്ചു പിള്ളേർ വന്നാലേ ഞാൻ ഈസിയായിട്ട് ചെയ്തിട്ടുള്ളൂ, വലിയ ആൾക്കാരെ ഞാൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവർ ജീവിതത്തിൽ ചിന്തിക്കില്ല. അവർക്ക് ക്ലിനിക്ക് കൂടെയാണ് അവർ ഓടുന്നത്. ആര് വന്നാലും ഇളങ്കോട് അപ്പൂപ്പൻ പോയാലും അവർ നന്നാക്കി എടുക്കും. യെസ് സാർ, 85 years ഉള്ള ആൾക്കാരൊക്കെ ഞാൻ കൗൺസിൽ ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട്. മാഡം റിയലി ഗുഡ്. അതെ, അപ്പം യു ആർ സപ്പോർട്ടിങ് മീ നൗ. അതെ, 85 ആള് പോലും മാഡത്തിന് ആ നെഗറ്റീവ് തോട്ട് പ്രോസസ്സ് ഈ CBT എന്ന് പറയുന്ന കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളറാണ്. ഷോയിങ് where are you deviated and taking that negative to and showing the realistic area of positivity. അതാണ് ഞാൻ MUCBT ചെയ്യുന്നതാണ്, മൈൻഡ്ഫുൾനെസ് യൂണിഫൈഡ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. CBTനെ ഞങ്ങൾ മൈൻഡ്ഫുൾനെസ്സിൽ കൂടെ പോകുമ്പോൾ MUCBT എന്നാണ് ഞങ്ങളൊക്കെ അത് ഉച്ചരിക്കുന്നത്. MUCBT ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പം അതില് മാഡം പറഞ്ഞ കറക്റ്റ് വാക്കാണ് അമർജ്യോതി മാഡം ചെയ്യുന്ന 85 years old പേഴ്സണെയും മാഡം നന്നാക്കി എടുക്കുന്നെന്ന് പറയുന്നാൽ വി ആർ റിയലി ഹാപ്പിയർ. ദാറ്റ് മീൻസ് വി ക്യാൻ think positively and convert any negativity to a positive area. സർ, ഒരു എക്സാമ്പിളൂടെ ഞാൻ എന്റെ വശത്തുനിന്ന് പറഞ്ഞോട്ടെ. ക്ലിനിക്കെന്ന് പറഞ്ഞോണ്ടാണ്. 70 വയസ്സുള്ള വന്നു, എനിക്ക് എന്റെ മരുമകളെ സഹിക്കാൻ കഴിയുന്നില്ല, അവിടെ എനിക്ക് കണ്ണിന് നേരെ എടുത്താൽ കണ്ടുകൂടാ. പുള്ളി വന്നങ്ങനെ അമർന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യില്ല, ലേശം ശ്വാസമൊക്കെ എടുത്ത് വിട്, ഇതിങ്ങനെ പിടിച്ചു നിർത്തണ്ട ഉള്ളിൽ. ഇതൊക്കെ കഴിഞ്ഞ് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇയാളുടെ മകൻ നല്ലൊരു കുട്ടിയായിരുന്നു. ഈ പെങ്കൊച്ചു വന്നതിന് ശേഷം അയാളെ വല്ലാതെ വലിച്ച് നെഗറ്റീവായിട്ട് അച്ഛനെ കാണാൻ വരാതിരിക്കാൻ മാത്രം ആക്കി എന്നാണ് അയാൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്കൊരു സൊല്യൂഷൻ, ഒരാഴ്ചത്തേക്ക് എനിക്ക് അദ്ദേഹത്തിന് മുന്നിൽ ഈ പെൺകുട്ടി ഒരു ചായ കൊണ്ട് വെക്കുമ്പോൾ പോലും ഒരു റെസ്പെക്ട്, എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ അമ്മായിയപ്പൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ എൻ്റെ അച്ഛന് തുല്യമാണ് എന്ന് ചിന്തിക്കുന്ന ഈ വയസ്സൻ മകളുടെ ആ കൊണ്ടുവെക്കൽ പോലും സഹിക്കാൻ വയ്യാതെ ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ട് വരികയാണ് ഓരോ ദിവസം. ഞാനൊരു നിമിഷം വല്ലാതെ എന്താണ് ഇയാളോട് പറയും. അവസാനം ഞാൻ പറഞ്ഞു, സർ, നിങ്ങളുടെ വീട്ടിലൊരു വേലക്കാരി ഉണ്ടെന്ന് വിചാരിക്കുക, അവരാണ് രാവിലെ ഈ സാധനം കൊണ്ട് തരുന്നതെങ്കിൽ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമോ? അയാൾ പറഞ്ഞു, ഇല്ല, അദ്ദേഹത്തിന് യാതൊരു റിലേഷൻഷിപ്പും ഇല്ലല്ലോ, വൈകുന്നേരം പോകുമ്പോൾ ഉള്ള കാശ് കൊടുക്കണം എന്നല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ മോൾ എന്ത് ചെയ്താലും അവരെന്റെ ആരുമല്ല എന്ന് മാത്രം ചിന്തിക്കാൻ മതി. അവരെന്റെ മരുമകളല്ല, അവരെന്റെ ആരുമല്ല. സർ, 3-ാമത്തെ ദിവസം ആ മനുഷ്യനെ കാണാൻ തിരിച്ചു. ഇപ്പൊ എനിക്ക് ആ കുട്ടി എൻ്റെ ആരുമല്ല എന്ന ചിന്തയിലൂടെ എല്ലാമായി മാറി എന്നാണ്. ആ കുട്ടി അയാൾ അക്സെപ്റ്റ് ചെയ്തു. ആരുമല്ല എന്ന ചിന്തയിൽ അയാളുടെ വിദ്വേഷം കംപ്ലീറ്റ് പോയി. ഇപ്പോ ആ മനുഷ്യന്റെ എല്ലാമാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ നെഗറ്റിവിറ്റി നിറച്ചുകൊണ്ട് വരുന്ന ആൾക്ക് മറ്റൊരു രീതിയിൽ ഒരു നെഗറ്റിവിറ്റി കൊടുത്താൽ ഇയാളുടെ സ്വന്തം നെഗറ്റിവിറ്റി പോകും, എന്നിട്ട് അത് പോസിറ്റീവ് ആണ് എനിക്ക് മനസ്സിലായത്. ശരിയാണോ എന്റെ അനുഭവം പറയുന്നത്? വളരെ കറക്റ്റ് ആണ് സാർ, നല്ല കാര്യം സാർ, നല്ല എക്സാമ്പിൾ പറഞ്ഞു. ഇത് എന്താന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ എൻ്റെ മരുമോൾ ഇങ്ങനെയേ ആകാവൂ എന്ന് പറഞ്ഞതിന് പുള്ളിക്കാരന്റെ കറക്റ്റായിട്ട് സിങ്ക്രണൈസ് ആകാത്തത് കൊണ്ട് നെഗറ്റിവിറ്റിയിലോട്ട് ചാടി. സാർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ആ നെഗറ്റിവിറ്റിയെ മാറ്റാൻ ജോലിക്കാരിയുടെ അടുത്ത് ക്യാൻ യു എക്സ്പെക്ട് എനിത്തിങ്, യു ക്യാൻ എക്സ്പെക്ട് ഓൺലി ദ വർക്ക് വാട്ട് യു റെമ്യൂണറേറ്റ് എന്ന് പറഞ്ഞ് സാറ് പറഞ്ഞു കൊടുത്തു. അപ്പം അത്രയായിട്ട് പോസിറ്റീവായിട്ട് കണ്ടപ്പോൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതാണ് നമ്മൾ പോസിറ്റിവിറ്റി will always support as for moving forward. ഈ മൂവിങ് ഫോർവേഡിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ we should be aware what are we doing, we should attend to each and every work. Meanwhile, we should try to control our thought process.
not to jump or fall in negative area. We should see that emotionായിട്ട് മാത്രം കാണുക. തോട്ടുകളെ നമ്മൾ സിമ്പിൾ തോട്ടായിട്ട് എടുക്കുക. all the thoughts are not true. all the thoughts are not facts. thoughts are simple thoughts. അത് വൈകാരികമായിരിക്കാം, അതല്ലെങ്കിൽ ഫാന്റസി ആയിരിക്കാം, അതല്ല ഞാൻ ചന്ദ്രമണ്ഡലത്തിൽ ചെന്ന് നടന്നിട്ട് അവിടെ നിന്ന് ചൊവ്വാഗ്രഹത്തിൽ പോകുന്നത് പോലെ ആയിരിക്കാം. അത് സിമ്പിൾ തോട്ടാണ്. ഈ ഇടയ്ക്ക് ഞാൻ ഒരു ചപ്പലിന്റെ ഏത് ചപ്പലിന്റെ എന്ന് പരസ്യം മറന്നുപോയി. രണ്ടുപേര് രാവിലെ നടക്കാൻ ഇറങ്ങും, വെള്ള ഡ്രസ് ഇട്ടിട്ട്. അവർ ഒരു പാത അണിയാണ് കാണിക്കുന്നത്. അവരിങ്ങനെ നടന്നു പോകുമ്പോ കുറച്ചു കഴിഞ്ഞപ്പോ നീൽ ആംസ്ട്രാങ് പോലെ ഡ്രസ് ഇട്ടിട്ട് ഒരുത്തൻ ചാടി നടക്കുകയാണ്. അയ്യോ, നമ്മൾ നടന്ന് ഇവിടെ വരെ എത്തിയോ, ചന്ദ്രമണ്ഡലം എത്തിയോ എന്ന് പറഞ്ഞു. അത് മീൻസ് അവരുടെ ഒരു ഷൂവിനോ ചെരുപ്പിനോ കാണുന്ന ഒരു പരസ്യമാണ്. അപ്പം മൈൻഡിനെ അത്രയും പോസിറ്റീവായിട്ട് അവർ ചിന്തിക്കാൻ തുടങ്ങി. നമ്മളും ആ പരസ്യത്തിൽ പോലെ പോസിറ്റീവായിട്ട് ചിന്തിക്കുവാണെങ്കിൽ we will gain benefit. മെയിൻ ആയിട്ട് when we live in the present, we will not get attacked for anxiety. Means we will not be anxious. Let us not think about the past problems. So neither we will have distress nor we will have anxiety, by which we will live in the common pool or common level of emotions. അതിനെ ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ. മിനിമം ഒരു 5 minutes to 10 minutes എപ്പോഴും ബ്രീത്തിങ് എക്സസൈസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക. ചെയ്യുന്നത് കൊണ്ട് അമിഗ്ഡാലയിലുള്ള ഗ്രേ മാറ്റർ തിക്നെസ് കുറയവും പ്രീഫ്രണ്ടൽ കോർട്ടക്സിന് ഗ്രേ മാറ്റർ തിക്നെസ് കൂടവും ചെയ്യും. കൂടുവാണെങ്കിൽ ഡിസിഷൻ വിൽ ബി ഫാസ്റ്റർ. വെൻ ഡിസിഷൻ ഈസ് ഫാസ്റ്റർ, വി വിൽ ഓൾവേസ് ലാൻഡ് അപ്പ് ഓൺ എ റൈറ്റ് ഏരിയ. ഇതാണ് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ എല്ലാവരും റെഡി ആണെങ്കിൽ ഒരു മെഡിറ്റേഷൻ എക്സസൈസും കൂടെ ചെയ്യാം. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇതിന്റെ മെഡിസിൻ ആയിട്ട് ആദ്യം എന്താണ് കോസ് എന്ന് പറഞ്ഞു, എന്താണ് സിംറ്റം എന്ന് പറഞ്ഞു. ഇപ്പോൾ അതിന്റെ റെമഡിയൽ ആക്ഷൻ പറഞ്ഞു തരാം. റെമഡിയൽ ആക്ഷൻ ഫോർ നോട്ട് ഗെറ്റിംഗ് നെഗറ്റീവ് ജനറേഷൻ ഓഫ് അവർ നെഗറ്റീവ് തോട്ട് ജനറേഷൻ. ലെറ്റ് us think പോസിറ്റീവ്ലി. പോസിറ്റീവ്ലി തിങ്ക് ചെയ്തില്ലെങ്കിൽ പോലും നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ സീറോ ആയിട്ട് ചിന്തിക്കാൻ പറ്റുവാണെങ്കിൽ സിമ്പിൾ തിങ്, ഹാവ് മെഡിറ്റേറ്റീവ് പ്രാക്ടീസ്. മെഡിറ്റേഷൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്നും പറയുന്നത് പോലെ പാദങ്ങൾ രണ്ടും തറയിൽ ഫേമായിട്ട് പ്രസ് ചെയ്യുക. കസേരയിൽ ഇരിക്കുവാണെങ്കിൽ, അല്ല ചമ്പ്രമം കൊട്ടിരിക്കുവാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. അർത്ഥപത്മാസനം, ഫുൾ പത്മാസനം, ആർ ഭുജംഗാസനം, ഏതിൽ വേണമെങ്കിലും ഇരിക്കാം, എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. പിന്നെ ഈ മൈൻഡ്ഫുൾ മെഡിറ്റേഷന് ഇങ്ങനെയേ ഇരിക്കാവൂ, ഇങ്ങനെയേ ചെയ്യാവൂ, ഇങ്ങനെയേ എന്ന് പറഞ്ഞ് ഒരു ഡെഫിനിഷൻ ഇല്ല. വേർ എവർ യു ആർ കംഫർട്ടബിൾ, ആ ഒരു ലൈനാണ് പറയുന്നത്. വേർ എവർ യു ആർ കംഫർട്ടബിൾ. നമ്മൾ സ്ട്രെയിൻ ചെയ്ത് നിമിർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടും സിമ്പിളറായിട്ടും വെറ്റിബ്ര എല്ലാം നിമിർന്നിരിക്കുന്ന പോലെ നിമിർന്നിരിക്കുക. പിന്നെ കഴുത്തിന് എത്രയ്ക്ക് പറ്റുമോ അതേപോലത്തെ ഇറ്റ്സ് ഓൺ ഹൈറ്റ്, ഓൺ ലെങ്ത്തിന് ഒന്ന് നോക്കുക. പാദങ്ങൾ മീൻസ് കൈയിന്റെ പാദം രണ്ടും ഓപ്പൺ ആയിട്ട് വെക്കുക. എയ്തർ ഓൺ ആംറെസ്റ്റ് ആർ ഓൺ ദ ലാപ്പ്. മീൻസ് തുടയുടെ മുകളിലോ അല്ലെങ്കിൽ കസേരയാണെങ്കിൽ കസേരയുടെ ആംറെസ്റ്റിന് മുകളിലോ നേരെ വെക്കുക. നിമിർന്ന് എവിടെയാണ് ഐസൈറ്റ് കാണുന്നോ അതിൽ നേരെ പതിക്കുക. പതിച്ചതിന് ശേഷം ജസ്റ്റ് ആസ്ക് പെർമിഷൻ ഫ്രം യുവർ ബ്രെയിൻ ആൻഡ് മൈൻഡ്. ഞാൻ ഒരു മെഡിറ്റേറ്റീവ് പ്രാക്ടീസ് 3 തൊട്ട് 5 മിനിറ്റോ 10 മിനിറ്റോ ചെയ്യാൻ പോവുകയാണ്. എനിക്ക് പെർമിഷൻ തരുവോ, എന്റെ കൂടെ സഹകരിക്കുവോ? When it says yes, close the eyes. എല്ലാവർക്കും യെസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. Let us close the eyes in case if you get yes. If not, wait, and when you get permission, close your eyes. Then take deep breath. Inhale, exhale. Inhale, exhale. Inhale, exhale.
Inhale, exhale. Now shift your attention to your breath alone. മൂക്കിൽ കൂടെ ശ്വാസക്കാറ്റ് എങ്ങനെ അകത്ത് കയറുന്നു നോക്കുക. ചെസ്റ്റ്, ലങ്സ്, അബ്ഡോമൻ എങ്ങനെ ഇൻഫ്ലേറ്റ് ചെയ്യുന്നു നോക്കുക. വീർക്കുന്നിലിരുന്ന് എങ്ങനെ ചുരുങ്ങുന്നു നോക്കുക. അവിടെ വന്നിട്ട് അഗൈൻ ചെസ്റ്റ്, കഴുത്ത്, മൂക്കിൽ കൂടെ എങ്ങനെ പുറത്തു പോകുന്നു. സ്റ്റാർട്ട് ഒബ്സർവ് ഇറ്റ് ഫോർ സം ടൈം. ലെറ്റ് യുവർ തോട്ട് പ്രോസസ് ബി ആൾസോ കണ്ടെയ്ൻഡ്. എന്തിങ്ങനെ തോട്ട് വന്നാലും അത് വിട്ടേക്കുക. നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം നോക്കിക്കൊണ്ടിരിക്കുക. Now shift your attention in scanning of your body from top to bottom. Your head, forehead, eyes, nose, mouth, cheek, ears, neck, total head portion, once again total head portion, shoulders, chest, stomach, abdomen, upper hand,
knee joints, lower hand, wrist, palm, fingers, upper back, lower back, glute, total body portion, once again total body portion, thighs, knee joints, leg, angle, palm, fingers, the whole body, again the whole body, now bring your attention back to your breath, start to observe your breath. Now shift your attention to your thoughts. Thoughts are simple thoughts. Let the thought come and let the thought go. Don't run behind of the thought. Thoughts are always thoughts. You just monitor from eagle's eye view or drone view. How many thoughts are coming? Start count. Now shift your attention back to your breath. Inhale, exhale. Inhale, exhale. Now shift your attention to the emotions which are coming in your body. Just watch the emotions, its volume, its shape, its size,
And which type of emotions? Let it be any type. Don't get attracted by the emotions. In case if you wish, you can give your own color to each emotions and describe by your own words to each emotions in a different pattern. But just count your emotions, monitor the emotions, don't get attacked or attracted by the emotions. Now shift your attention back to your breath. Now shift your attention to the sounds which are coming and the environment, either within your room or out of room or outside of your building or out of any area where you can hear. Just count the number of sounds, the difference or different sounds. Try to distinguish it. Just observe the sounds without opening your eyes, but opening your ears. Now bring back your attention to your breath. Inhale, exhale. Inhale, exhale. Now you can attend to your breath in a deep breath side. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. You can ask permission to open your eyes from your mind and brain. In case if it says okay, before opening, you can open very gently. Before that, just take both hands, rub easily, make warmness, keep over its eyes, and then ear lobes and the neck. Once again, eyes, ear lobe, and open up gently, very gently, slowly, slowly, and slowly. Hope you all would have enjoyed. Yes, sir. Thank you, ma'am. Thank you. എൻ്റെ
ഒരു മെഡിറ്റേറ്റീവ് പ്രാക്ടീസ് ഞാൻ ഇന്ന് കുറച്ച് ഷോർട്ടൺ ചെയ്തിരുന്നു. ഒരുപാട് ലെങ്തിയർ ആണെങ്കിലും ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ്. താങ്കൾക്ക് 20 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെ വേണമെങ്കിലും ചെയ്യാം. നന്നായിട്ട് എത്ര സമയം ആസ്വദിച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും സമയം ആസ്വദിച്ച് ചെയ്യുക. അപ്പം ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുക. ബട്ട് ഇഫ് യു ഡു ഇറ്റ് കണ്ടിന്യൂസ്ലി കുറച്ചു കാലം കഴിയും. ഇത് ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ സിമ്പിളായിട്ട് വിചാരിക്കും. ബട്ട് ഇറ്റ് ഡസ് എ മിറാക്കുലസ് ഡിഫറൻസ്. Okay, Udayanand sir, come. ആദ്യം ലേശം വൈകിയാണ് ഞാൻ കയറിയതെങ്കിലും പിന്നെ നിങ്ങളോടൊപ്പമായി കാര്യങ്ങൾ കുറെ ബോധ്യപ്പെട്ടു. എന്താ സാർ ഇന്ന് തന്നത് ഒരു ബ്യൂട്ടിഫുൾ ക്ലാസ് ആയിരുന്നു. കാരണം ഇതാണ്, പ്രാക്ടിക്കബിലിറ്റി അതിനകത്തുണ്ട് എന്ന് സാറ് ഓരോ നിമിഷവും എക്സാമ്പിൾസിലൂടെയാണ് എത്തുന്നത്. ഇന്ററാക്ഷന്റെ സൈഡിലാണെങ്കിൽ അനുഭവങ്ങൾ കൃത്യമാക്കി നമ്മുടെ അനുഭവങ്ങൾ സാറിന് മുൻപിൽ വിളമ്പി കൊടുത്തു. സാർ പറഞ്ഞു അത് ശരിയാണ്, ഇന്ന രീതിയിലുള്ള പോസിറ്റീവായിട്ടൊരു ആൻസർ നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറപ്പുവരുത്താൻ പറ്റിയ ഒരു ക്ലാസ് ആയിരുന്നു ഇത് എന്ന് ഉറക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒത്തിരി നന്ദിയുണ്ട്. വളരെയേറെ രസകരമായി. സാറിൻ്റെ ഒരു പ്രത്യേകത, സാറ് എങ്ങും ഓടി തിരുവനന്തപുരത്തേക്ക് പോകുന്നൊന്നുമില്ല, പതുക്കെ പോകുന്നുള്ളൂ. വണ്ടി പതുക്കെ പോകുന്നുള്ളൂ. എല്ലാവരെയും കയറ്റിയ ശേഷം സിഗ്നൽ കൊടുത്താൽ പോകുന്നു. അതൊരു നല്ല ക്വാളിറ്റി ആയിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. ഓടിപ്പോകുന്നതില് ചാടിക്കയറുന്നവർ കയറും, അതിൽ കാര്യമില്ല. നമ്മളെല്ലാവരെയും കൊണ്ടു നടക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇത്. ഇന്നത്തെ ക്ലാസ് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ലാസ്റ്റ് മെഡിറ്റേഷൻ, ഞാൻ അവസാനമായപ്പോൾ ഒന്ന് ഉറങ്ങാനുള്ള സൗകര്യമായിപ്പോയി. ചെറുതായിട്ടൊന്ന് ഉറങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇത്തരം ഇത് കൊടുക്കുന്നത് സാർ, അത് എനിക്ക് നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്തു, ഞാനത് ആസ്വദിച്ചു എന്നുള്ളതാണ്. ഓക്കെ സാർ, നന്നായിരുന്നു. താങ്ക്സ് a lot sir. Thank you. Amarjyoti ma'am. Yes sir. Wonderful class sir. Thank you. സാറേ, സബു സാറിന്റെ ബുക്ക് കിട്ടി. സബു സാറിനും താങ്ക്സ്. ഞാൻ വായിക്കാൻ തുടങ്ങി. സൂക്ഷിച്ച് വായിക്കും. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അതായത് ശരിക്കും നെഗറ്റിവിറ്റി ആണ് നമ്മളെ അസുഖത്തിനൊക്കെ കാരണം. ശരിക്കും നെഗറ്റീവായ ആൾക്കാരുടെ മുഖത്ത് തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവർക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിൽ കൂടുക ചെയ്യാം, അവർക്ക് സന്തോഷം ഉണ്ടാവില്ല. ശരിക്ക് ഞാൻ പറയുന്ന എല്ലാവരും ഈ പോസിറ്റീവ് ആവാനുള്ള ശ്രമം ശരിക്കും നടത്തണം. ഇല്ലെങ്കിൽ നമുക്ക് ദുഃഖമേ ഉണ്ടാവും. അസൂയൊക്കെ ഉണ്ടായാൽ നമുക്ക് അസുഖങ്ങളും എല്ലാം കൂടും. താങ്ക് യു സർ, വണ്ടർഫുൾ ക്ലാസ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. ഇതാരാണ് ഒരു കൊച്ചു ലഹനൻ? ഹായ്. സാറിന്റെ മൈക്ക്, ഉലകനാഥൻ സാറിന്റെ മൈക്ക് ഓഫാണ്, അതുകൊണ്ട് കേട്ടൂടാ. ചെറിയ മകന്റെ മൂത്ത മകനാണ്. അവൻ ഞാൻ ഈ വിളിച്ചിട്ട വാതിലാണ്, അവൻ പതുക്കെ തുറന്ന് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വരാറുണ്ട്. ഇന്ന് കുറച്ചു നേരം നിന്നു. വെരി ഗുഡ്. ഷാജി sir, ഷാജിമത് sir. Anyway, Elango sir's class was very nice. We have to avoid negative thoughts when we do things perfectly. When we get back to our work perfectly, then anxiety can be avoided. We should intentionally attend to positive thoughts. Then we do not fall into negative thoughts. One has to be alert. Mind should be made aware. If we bring back to positivity. Anyway, wonderful class, nice experience. Thank you sir, thank you Alga sir, thank you Sabu sir. Thank you sir. George sir, thank you. George sir, കേൾക്കാമോ? കേൾക്കുന്നില്ല. ഓക്കെ. സോ അപ്പൊ നമുക്ക് എന്റെ പേര് സാർ. താങ്ക് യു സർ. മാത്യു സാർ മൈക്ക് ഓൺ ചെയ്തെന്ന് തോന്നുന്നു.
സാർ അത് കണക്റ്റഡ് അല്ല സാർ, അത് കണക്ഷൻസ്. Oh, right. Okay, sir. Okay. Thank you. Right, sir. Then thanks a lot, sir. Thank you. If time permits, we shall meet again. യെസ്, ഡെഫിനറ്റ്ലി. Thank you, sir. Thanks a lot. ഇന്ന് ഞാൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല സാർ. എന്റെ ലാപ്പ് ഇല്ല. ഇന്ന് ലാപ്പ് ഇല്ലെങ്കിൽ എനിക്ക് ഒരു കൈ പൊട്ടിയതിന്റെ തുല്യമാണ്. അപ്പം however we could achieve it smoothly. Thank you, സാബു സാർ. സാർ എന്താണെങ്കിലും ധൈര്യമായിട്ട് ഒന്നുമില്ലെങ്കിൽ സെൽഫോണിൽ കയറി സാർ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഐ സെഡ് ഓക്കെ. പിന്നെ സാറൊക്കെ പറയുമ്പോ ഞാൻ നോ പറയാറില്ല. ഞാൻ നോ പിന്നെ ഞാൻ എന്റെ മെഡിറ്റേഷനൊക്കെ ഇറങ്ങണം, അതുകൊണ്ടാണ്. അല്ല, ഞാൻ നോ പറയുന്നത് വളരെ കുറവാണ് സാർ. നോ പറയുന്നതിനെ പരമാവധി കുറയ്ക്കുക. അല്ല സാർ, ഇതിങ്ങനെ സീക്വൻസ് ആവുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് അതിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൂ. പല പല ടെക്നിക്സ് അല്ലേ ഇത്, ഏതാണ് ഓരോരുത്തർക്കും പലർക്കും പല രീതിയാണ്. അത്രേ ഉള്ളൂ. എല്ലാം റീച്ചിങ് ടു ഇവിടെ നിന്ന് ഞാൻ കാസർഗോഡ് അല്ലെങ്കിൽ കോട്ടയത്ത് മീൻസ് എറണാകുളം എത്തുന്നത് എല്ലാം ഒന്നാണ്. ചിലർ കോട്ടയം വഴി പോകും, ചിലർ പാലാ വഴി പോകും, ചിലർ ആലപ്പുഴ വഴി പോകും, ചിലർ അതിനിടയ്ക്ക് കൂടെ പോകും. ഇത്രയേ ഉള്ളൂ. ഇതൊരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് അല്ലേ, അപ്പൊ എപ്പോഴും പല പാറ്റേൺസ്, എപ്പോഴും മനുഷ്യൻ അത്രമാത്രം വ്യത്യസ്തരാണ് ഒന്നിനൊന്ന്. അപ്പൊ ആ പാറ്റേൺസ്, അതുകൊണ്ടാണ് അവിടെ തന്നെയാണ് നമ്മളുടെ ഒരു പ്രത്യേകതയും, കാരണം ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു. അതെ സർ. റൈറ്റ്. ഓക്കെ സർ. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സർ. ബൈ. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, സീ യു. ബൈ സർ.